ഈ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠത്തിലേക്ക് പോവുകയാണ്. അത് അത്ര എളുപ്പമല്ല, ദൈർഘ്യമേറിയ പാഠമാണ്. അതിലെ ബന്ധങ്ങൾ, കഥാപാത്രങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പാഠം എളുപ്പമാണ്. നമ്മുടെ യൂണിറ്റിൻ്റെ പേര് നിങ്ങളിപ്പോൾ ഒന്ന് ഓർക്കുക. സംഘർഷങ്ങൾ, സങ്കീർത്തനങ്ങൾ. സംഘർഷം എന്ന് പറഞ്ഞാൽ യുദ്ധം. അപ്പം നമ്മുടെ പ്രലോഭനത്തിലും ഒരു യുദ്ധത്തിൻ്റെ തുടക്കം ഉണ്ട്. ഇത് യുദ്ധത്തിൻ്റെ പരിണാമമാണ്. സംഘർഷങ്ങളെ സങ്കീർത്തനങ്ങളാക്കി മാറ്റുന്നു. ഈ മഹാഭാരത യുദ്ധം പാണ്ഡവരും കൗരവരും തമ്മിലുള്ള യുദ്ധമാണ്. ആ യുദ്ധത്തെ കേന്ദ്രമാക്കിക്കൊണ്ട് വ്യാസമുനി എഴുതിയതാണല്ലോ മഹാഭാരതം. മഹാഭാരതത്തിന് ജയം എന്ന് മറ്റൊരു പേര് കൂടിയുണ്ട്. ജയം എന്ന് പറയുമ്പോൾ അവിടെ ആര് ജയിച്ചു, ആര് തോറ്റു എന്നുള്ള വിശകലനം ഉണ്ടാവുന്നുണ്ട്. ഏതൊരു യുദ്ധവും അതിൻ്റെ പരിണാമം ഒരിക്കലും നല്ലതാവില്ല. നമ്മളിപ്പോൾ ലോകമെമ്പാടും ഒരുപാട് യുദ്ധ ചരിത്രങ്ങളും യുദ്ധങ്ങളും അറിയുന്നുണ്ട്. ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും ഒക്കെ നിങ്ങൾ ചരിത്രത്തിൽ പഠിച്ചിരിക്കും. ലോകമഹായുദ്ധങ്ങളൊന്നും ആർക്കും നല്ലതല്ല സമ്മാനിച്ചിട്ടുള്ളത്. നിങ്ങൾക്കറിയാമല്ലോ, ഒരുപാട് പേര് മരണമടയുന്നു. മരിച്ചവരെക്കാൾ കൂടുതൽ പേര് അംഗവൈകല്യമുള്ളവരായിത്തീരുന്നു. ഒരുപാട് പേർക്ക് ഉറ്റവരും ബന്ധുക്കളുമൊക്കെ നഷ്ടമാകുന്നു. താമസ സ്ഥലവും അവർ ജീവിതകാലത്ത് മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയ വസ്തുവകകളും സമ്പാദ്യവും ഒക്കെ നഷ്ടമാകുന്നു. എന്നിട്ട് അഭയാർത്ഥികളായി മറ്റ് പല സ്ഥലങ്ങളിലേക്കും പലായനം ചെയ്യേണ്ടി വരുന്നു. കൂടുതലും സ്ത്രീകൾ നിരാലംബരായിത്തീരുന്നു. യുദ്ധത്തിന് പോയി പുരുഷന്മാരെല്ലാം മരിച്ചു കഴിയുമ്പോൾ വൃദ്ധരും സ്ത്രീകളും കുട്ടികളും ആശ്രയിക്കാൻ ആരുമില്ലാതെ നിരാലംബരായി പലതരത്തിലുള്ള കെടുതികൾ കൊണ്ട് സഹിക്കവയ്യാതെ സാമ്പത്തികമായിട്ട് തങ്ങളെക്കാൾ മുൻപന്തിയിലുള്ള രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യുന്നു. അഭയാർത്ഥികളായിട്ട് പോകുന്നു. ജീവിതകാലം മുഴുവൻ രോഗഗ്രസ്തരായി കിടക്കേണ്ടി വരുന്നു. ഇങ്ങനെയൊക്കെയുള്ള നിരവധി കെടുതികൾ യുദ്ധത്തിൻ്റെ പരിണിത ഫലമാണ്. ഈ ഒരു മഹാസത്യം ലോകത്തിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി വ്യാസൻ എഴുതിയതാണ് മഹാഭാരതം. രാമായണവും അതുപോലെയുള്ള യുദ്ധ കഥകൾ തന്നെയാണ്. രാമരാവണ യുദ്ധമാണ്. അതിലും ഭീകരമായ യുദ്ധമാണ് 18 ദിവസം നീണ്ടു നിന്ന മഹാഭാരത യുദ്ധം. ഒരു യുദ്ധം ആർക്കും നല്ലത് സമ്മാനിക്കുന്നില്ല. ഈ യുദ്ധം, മഹാഭാരത യുദ്ധത്തിൽ കൗരവരും പാണ്ഡവരും തമ്മിലാണ് യുദ്ധം ചെയ്യുന്നത്. കൗരവർ ആരാണെന്നും പാണ്ഡവരാരാണെന്നും നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. കൗരവർ ധൃതരാഷ്ട്രരുടെയും ഗാന്ധാരിയുടെയും മക്കളാണ്. 100 പേരാണവർ. 100 ആണുങ്ങളും ഒരു പെണ്ണും. ദുര്യോധനൻ, ദുശാസനൻ എന്ന് തുടങ്ങുന്ന പേരുകളാണ് പക്ഷത്തെ സഹോദരന്മാരുടെ പേരുകൾ. ഒരു പെൺകുട്ടിയുണ്ട്, അവളുടെ പേരാണ് ദുശ്ശള. പാണ്ഡവർ പാണ്ഡുവിൻ്റെയും കുന്തിയുടെയും മാദ്രിയുടെയും മക്കളാണ്. ഈ പാണ്ഡവർക്ക് തന്നെ, പാണ്ഡവരുടെ പിതാവായ പാണ്ഡുവിന് ഒരു ശാപം കിട്ടിയതുകൊണ്ട്
അദ്ദേഹത്തിന് തൻ്റെ പത്നിമാരിൽ സന്താനോൽപാദനം നടത്താനുള്ള കഴിവില്ല എന്നല്ല, സ്ത്രീകളെ അദ്ദേഹം സ്നേഹത്തോടു കൂടി തൊട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മരണം സംഭവിക്കുമെന്നാണ് ലഭിച്ച ശാപം. ആ ശാപം കാരണം അദ്ദേഹത്തിന് കുട്ടികളുണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രഥമ പത്നി കുന്തിദേവിക്ക് ഒരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് സാക്ഷാൽ ദുർവാസാവിൽ നിന്ന്. ആ അനുഗ്രഹം ഇതാണ്: ഏത് സമയത്തും അവൾക്ക് ദേവന്മാരെ, ഏത് ദേവനെ വേണമെങ്കിലും മന്ത്രം ചൊല്ലി അടുത്തു വരുത്താം. പക്ഷേ ആ ദേവനിൽ നിന്ന് കുട്ടികളുണ്ടാകാതെ ദേവൻ തിരിച്ചു പോകില്ല. അങ്ങനെ കുന്തിദേവിക്ക് ധർമ്മദേവനിൽ നിന്ന് ലഭിച്ച പുത്രനാണ് ധർമ്മപുത്രർ അഥവാ യുധിഷ്ഠിരൻ. യുദ്ധത്തിൽ സ്ഥിരതയുള്ള യുധിഷ്ഠിരൻ. വായുദേവനിൽ നിന്ന് കിട്ടിയ പുത്രനാണ് ഭീമൻ. ഇന്ദ്രദേവനിൽ നിന്ന് കിട്ടിയ പുത്രനാണ് അർജുനൻ. പാണ്ഡുവിൻ്റെ രണ്ടാമത്തെ പത്നിയായ മാദ്രിക്ക് അശ്വിനീ ദേവകളിൽ നിന്ന് ലഭിച്ച പുത്രന്മാരാണ് നകുല സഹദേവന്മാർ. ഇവർ പാണ്ഡുവിൻ്റെ മരണശേഷം പാണ്ഡു മരിച്ചതോടെ മാദ്രി അദ്ദേഹത്തിൻ്റെ ചിതയിൽ ചാടി മരിക്കും. കുന്തി ഈ 5 മക്കളോടൊപ്പം ഹസ്തിനാപുരിയിലേക്ക് എത്തും. ഹസ്തിനാപുരിയിൽ കുന്തി ഈ 5 പേരോടൊപ്പം വന്നത് കൗരവർക്ക് ഒട്ടും ഇഷ്ടമായില്ല. കാരണം അവർക്ക് മാത്രം അവകാശപ്പെട്ട രാജ്യത്തിലേക്ക് 5 പേരോടൊപ്പം മറ്റൊരാൾ വന്നു. അത് അവർക്ക് വല്ലാത്ത ദേഷ്യമുണ്ടാക്കി. ഈ ദേഷ്യം കാരണം എങ്ങനെയും പാണ്ഡവരെ ഇല്ലാതാക്കണമെന്ന് കൗരവർ ചിന്തിക്കും. പാണ്ഡവരിൽ രണ്ടാമനായ ഭീമൻ ദുര്യോധനെ പോലെ തന്നെ യുദ്ധം ചെയ്യാൻ ഗദായുദ്ധത്തിൽ സമർത്ഥനാണ്. ദുര്യോധന് ചേർന്ന ഒരു എതിരാളി തന്നെയാണ്. ഭീമനെ പലതരത്തിൽ ഇല്ലാതാക്കാൻ ശ്രമിക്കും. പാണ്ഡവരെ അരക്കില്ല എന്ന് വെച്ചാൽ അരക്കുകൊണ്ടുണ്ടാക്കിയ ഒരു വീട്ടിലിട്ട് ചുട്ടുകൊല്ലാൻ ശ്രമിക്കും. അത് കഴിഞ്ഞ് ചൂത് കളിച്ച് അരക്കില്ലത്തിലിട്ട് കൊല്ലാൻ ശ്രമിച്ചു. പാണ്ഡവരവിടെ നിന്ന് രക്ഷപ്പെട്ടു. പിന്നെ അവർ ഖാണ്ഡവ വനം ദഹിപ്പിച്ച് അവിടെ ഇന്ദ്രപ്രസ്ഥം എന്നൊരു രാജധാനി ഉണ്ടാക്കി അവിടെ താമസിച്ചു വരവേ ചൂത് കളിക്കാൻ ധർമ്മപുത്രരെ ദുര്യോധനൻ ക്ഷണിക്കുന്നു. ദുര്യോധനൊരു അമ്മാവനുണ്ട്, ശകുനി. ശകുനിയുടെ സഹായത്തോടെ ദുര്യോധനൻ ധർമ്മപുത്രരെ ചൂതിന് ക്ഷണിച്ച് ചൂതിൽ പരാജയപ്പെടുത്തി അവരുടെ രാജ്യമെല്ലാം കൈക്കലാക്കി കഴിഞ്ഞിട്ട് അവരെ വനവാസത്തിന് നിയോഗിക്കുന്നു. 12 വർഷത്തെ വനവാസവും 1 വർഷത്തെ അജ്ഞാതവാസവും പൂർത്തിയാക്കി വന്നാൽ അവർക്ക് രാജ്യം തിരികെ കൊടുക്കാമെന്നായിരുന്നു വ്യവസ്ഥിതി. പാണ്ഡവർ വനവാസവും അജ്ഞാതവാസവും ഒക്കെ പൂർത്തിയാക്കി വരുമ്പോൾ കൗരവർ രാജ്യം കൊടുക്കാൻ തയ്യാറാകുന്നില്ല. ശ്രീകൃഷ്ണൻ ദൂതനായി ചെന്ന് പലതരത്തിൽ കൗരവരെ അനുനയിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷേ അവർ അനുനയത്തിന് മുതിരുന്നില്ല. അവസാനം സർവനാശകരമായ യുദ്ധം സമാഗതമായി. യുദ്ധം നടക്കുന്നു. രാജ്യഭരണം ദുര്യോധനൻ്റെ കയ്യിലായതുകൊണ്ട് അവരുടെ പിതാമഹനായ ഭീഷ്മരും പാണ്ഡവരുടെയും കൗരവരുടെയും ഗുരുവായ ദ്രോണരും ഒക്കെ കൗരവർക്ക് വേണ്ടിയാണ് യുദ്ധം ചെയ്യാൻ തയ്യാറാകുന്നത്. അങ്ങനെ ഭീഷ്മദ്രോണാദികളുടെ
നേതൃത്വത്തിൽ കൗരവരും അർജുനൻ്റെ സഹായത്തോടെ അർജുനൻ്റെയും പാണ്ഡവരുടെയും ഭാര്യയായ പാഞ്ചാലിയുടെ സഹോദരൻ ധൃഷ്ടദ്യുമ്നൻ, നിങ്ങൾ ആ പേര് ഓർത്തോണം. പാഞ്ചാലിയുടെ സഹോദരൻ്റെ പേര് ധൃഷ്ടദ്യുമ്നൻ. ധൃഷ്ടദ്യുമ്നൻ്റെ നേതൃത്വത്തിൽ പാണ്ഡവരും യുദ്ധം ചെയ്യുന്നു. യുദ്ധം ചെയ്തു. പാണ്ഡവർക്ക് അവരുടെ ആദ്യത്തെ ഭീകരമായ നഷ്ടം സംഭവിക്കുന്നത് അർജുനന് സുഭദ്രയിലുണ്ടായ മകൻ. ഈ പണ്ട് കാലത്തെ രാജാക്കന്മാർക്ക് ഒന്നിൽ കൂടുതൽ ഭാര്യമാരൊക്കെ ആകാം. അതുകൊണ്ട് തന്നെ അർജുനന് ഭാര്യമാർ വേറെയുമുണ്ട്, പാഞ്ചാലി അല്ലാതെ. ധർമ്മപുത്രർക്ക് മാത്രം ദ്രൗപദി അഥവാ പാഞ്ചാലി ഭാര്യയായിട്ടുള്ളൂ. അപ്പോൾ അർജുനന് കൃഷ്ണൻ്റെ സഹോദരിയായ സുഭദ്രയിൽ നിന്നുണ്ടായ പുത്രൻ അഭിമന്യുവിനെ നഷ്ടപ്പെടുന്നു. ജയദ്രഥനും കർണനും കൂടി അഭിമന്യുവിനെ യുദ്ധത്തിൽ ചതിച്ച് കൊല്ലുന്നു. അപ്പോൾ അഭിമന്യു ദ്രോണരുണ്ടാക്കിയ പത്മവ്യൂഹം അല്ലെങ്കിൽ ചക്രവ്യൂഹം ഭേദിച്ച് അതിനകത്ത് കടക്കുന്നു. ശ്രീകൃഷ്ണൻ അർജുനനും സുഭദ്രയ്ക്കും കൂടി പത്മവ്യൂഹം ഭേദിക്കുന്നതെങ്ങനെയാണെന്നുള്ള വിദ്യ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പുറത്തേക്ക് വരുന്നതും പറഞ്ഞു കൊടുക്കാമെന്ന് കരുതി. പക്ഷേ കേട്ടുകൊണ്ടിരുന്ന അർജുനനും സുഭദ്രയും ഉറങ്ങിപ്പോയി. സുഭദ്രയുടെ ഗർഭത്തിലുണ്ടായിരുന്ന അഭിമന്യു പത്മവ്യൂഹത്തിനകത്തേക്ക് കടക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി. അങ്ങനെ അദ്ദേഹം ഗർഭത്തിൽ കിടന്നുകൊണ്ട് തന്നെ കേട്ടതനുസരിച്ച് പത്മവ്യൂഹം ഭേദിച്ച് അകത്ത് കടക്കുന്നു. പക്ഷെ തിരിച്ചിറങ്ങാൻ അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാതായിപ്പോയി. യുദ്ധത്തിൽ പലതരത്തിൽ സേനകളെ വിന്യസിക്കും. അതിൽ സേനകളെ വിന്യസിക്കുന്ന ഒരു രീതിയാണ് പത്മവ്യൂഹം. പത്മം താമര, താമരപ്പൂവിൻ്റെ രീതിയിൽ സേനകളെ വിന്യസിച്ചു. അങ്ങനെ പത്മവ്യൂഹം ഭേദിച്ച് അഭിമന്യു അകത്ത് കടക്കുന്നു. പക്ഷേ പുറത്തിറങ്ങാൻ അദ്ദേഹത്തിന് പറ്റാതായി. അഭിമന്യുവിനെ ചതിച്ച് ജയദ്രഥനും കർണനും ഒക്കെ കൂടി കൊല്ലുന്നു. അങ്ങനെ കൊന്നുകഴിഞ്ഞപ്പോൾ അതുവരെ ധർമ്മയുദ്ധമായിരുന്നു. ധർമ്മയുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ചില പ്രത്യേകതകളുണ്ട്. യുദ്ധം നടക്കാത്ത അവസരത്തിൽ എല്ലാവരും പഴയതുപോലെ തന്നെ സ്നേഹത്തോടുകൂടി കഴിയണം. അതുപോലെ ഗജാശ്വരഥങ്ങളിലുള്ളവർ, നിങ്ങളുടെ പാഠഭാഗത്തെ പ്രയോഗം തന്നെയാണിത്. ഗജം ആന, അശ്വം കുതിര, രഥം രഥത്തിലിരിക്കുന്നവർ. ഒറ്റ പദമാക്കി ഗജാശ്വരഥങ്ങളിലുള്ളവർ. ഗജവും അശ്വവും രഥവും. ഗജാശ്വരഥങ്ങളിലുള്ളവർ അവിടെ ഇരിക്കുന്നവരോട് തന്നെ, കാലാൾപ്പടയോട് കാലാൾപ്പടയിലുള്ളവർ തന്നെ. പിന്നെ വയോവീര്യ ഉത്സാഹങ്ങൾ നോക്കി. വയോവീര്യ ഉത്സാഹം, വയോവീര്യ ഉത്സാഹങ്ങൾ. വയോ എന്ന് പറഞ്ഞാൽ വയസ്സ്, വീര്യം ശക്തി, ഉത്സാഹം പരിശ്രമത്തിലുള്ള അല്ലെങ്കിൽ യുദ്ധത്തിലുള്ള കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ. അങ്ങനെ പരസ്പരം ചേരുന്നവർ തമ്മിലേ യുദ്ധം ചെയ്യാവൂ. അങ്ങനെ കിടനിൽക്കുന്നവരോട് മാത്രമേ യുദ്ധം ചെയ്യാവൂ. ഓർക്കാതിരിക്കുന്ന ഒരാളെ യുദ്ധം ചെയ്ത് വീഴ്ത്താൻ പാടില്ല. അതുപോലെ ക്ഷീണിച്ചിരിക്കുന്ന ഒരാളോട് പ്രമാദം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അപകടം പറ്റിയവരെ, കവചം പോയവരെ, ആയുധം ചുമട്ടുകാർ, കുതിരകൾ, ഇവരെയൊന്നും ദ്രോഹിക്കാൻ പാടില്ല. ചുരുക്കത്തിൽ എതിരാളിയുടെ കുറവ് കൊണ്ടല്ല, യുദ്ധം ചെയ്തു തന്നെ യുദ്ധത്തിൽ വിജയിക്കണം എന്നാണ് ധർമ്മയുദ്ധത്തിൻ്റെ പ്രത്യേകത. അങ്ങനെ കുറ്റമറ്റ ഒരു ധർമ്മയുദ്ധമായിരിക്കണം.
പക്ഷേ ധർമ്മയുദ്ധമൊക്കെ പോകെ ഇല്ലാതായി. പിന്നെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിനായകനാണ് ദുര്യോധനൻ. അദ്ദേഹം യുദ്ധത്തിൽ അവസാനം വീഴുന്ന അദ്ദേഹമാണ്. യുദ്ധത്തിൻ്റെ അവസാനം വരെയും അദ്ദേഹം പൊരുതി നിന്നിട്ട് ഭീമൻ്റെ ഗദ കൊണ്ടുള്ള അടിയേറ്റാണ് അദ്ദേഹം വീണത്. അദ്ദേഹം ഉയർന്ന് ഗദായുദ്ധത്തിൽ ചില നിയമങ്ങളുണ്ട്. അതിൽ ഒരു നിയമമാണ് യോദ്ധാവ് ഉയർന്ന് ചാടുമ്പോൾ അയാളെ അടിക്കാൻ പാടില്ല. പക്ഷേ ദുര്യോധനെ തുടയ്ക്കടിച്ച് ഭീമൻ വീഴ്ത്തി. അപ്പം അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ദ്രൗപദി ചൂത് തോറ്റു കഴിഞ്ഞപ്പോൾ ദ്രൗപദിയെ ദുശാസനൻ സഭയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവന്ന് അവളുടെ വസ്ത്രം അഴിച്ചു മാറ്റുന്നുണ്ട്. അങ്ങനെ അഴിച്ചു മാറ്റിയ ദ്രൗപദി ഓരോരുത്തരുടെയും സഹായത്തിന് വേണ്ടി നോക്കി. ആരും സഹായത്തിന് വരുന്നില്ല. കൃഷ്ണനാണ് തൻ്റെ ഭക്തയായ ദ്രൗപദിയെ രക്ഷിക്കുന്നത്. അവൾക്ക് വസ്ത്രം വീണ്ടും വീണ്ടും നൽകി. ദുശാസനന് അവളുടെ വസ്ത്രം അഴിച്ചു മാറ്റാൻ വയ്യാതെ അദ്ദേഹം കുഴഞ്ഞു വീണ് അങ്ങനെ ദ്രൗപദിയെ രക്ഷിച്ചു എന്നാണ് കഥ പറയുന്നത്. അങ്ങനെ ദ്രൗപദി ദുശാസനൻ്റെ അക്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവൾ ഓരോരുത്തരെയും ശപിക്കുന്നുണ്ട്. ഭീമൻ്റെ ഗദ കൊണ്ടുള്ള അടിയേറ്റ് ദുര്യോധനൻ വീഴുമെന്നാണ് ശപിക്കുന്നത്. ദുര്യോധനൻ ദ്രൗപദിയെ നോക്കി തൻ്റെ തുട കാണിച്ച് തുടയിൽ അടിച്ചുകൊണ്ട് പറയും, ഇവിടെ വന്നിരുന്നോളൂ എന്ന്. അതിന് പ്രതികാരമായിട്ടാണ് ദുര്യോധനൻ്റെ തുടയ്ക്ക് ഭീമൻ അടിക്കും. അങ്ങനെ ആ അടിയേറ്റ് ദുര്യോധനൻ വീഴുമെന്ന് പറയുന്നത്. എന്തായാലും ശാപം ഫലിച്ചതാണോ, നിയമം തെറ്റിച്ചതാണോ, ഉയർന്നു ചാടിയ ദുര്യോധനൻ്റെ തുടയിൽ ഭീമൻ ഗദ കൊണ്ടടിക്കും. ആസന്ന മരണനായി തുടർന്ന് യുദ്ധം ചെയ്യാനാവാതെ ദുര്യോധനൻ വീണുകിടക്കുന്നത് സമന്ത പഞ്ചകം എന്ന് പറയുന്ന സ്ഥലത്താണ്. ആ വീണുകിടക്കുന്ന ദുര്യോധനെ കൗരവപക്ഷത്ത് മരിക്കാതെ ജീവിച്ച 3 പേർ കൃപ കൃതവർമാശ്വത്ഥാമാക്കൾ എന്നാണ് പറയുന്നത്. കൃപ കൃതവർമാശ്വത്ഥാമാക്കൾ, കൃപരും കൃതവർമാവും അശ്വത്ഥാമാവും കൂടി വന്ന് കാണുമ്പോൾ ദുര്യോധനൻ അവരോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ പറയുന്ന കാര്യങ്ങൾ ദുര്യോധനൻ്റെ അവസാന നിമിഷങ്ങൾ. അപ്പം യുദ്ധത്തിൻ്റെ പരിണാമം, ധർമ്മയുദ്ധത്തിനുണ്ടായ മാറ്റം, ദുര്യോധനൻ്റെ അവസാന നിമിഷങ്ങൾ ഒക്കെ നമ്മുടെ ഈ ലേഖനത്തിൽ വിശദീകരിക്കുന്നുണ്ട്. യുദ്ധത്തിലെ ചതികൾ, ദുര്യോധനൻ്റെ സ്വഭാവ സവിശേഷതകൾ ഒക്കെ വിശദീകരിക്കുന്നുണ്ട്. ഇത് എടുത്തേക്കുന്നത്, നമ്മുടെ ഈ പാഠഭാഗം എടുത്തേക്കുന്നത് കുട്ടിക്കൃഷ്ണമാരാരുടെ ഭാരത പര്യടനത്തിൽ നിന്നാണ്. വ്യാസ ഭഗവാൻ മഹാഭാരതം എഴുതിയപ്പോൾ അതിനകത്ത് നേരെ പറയാതെ പറഞ്ഞുപോയ ചില കാര്യങ്ങളുണ്ട്. ആ പറഞ്ഞുപോയ കാര്യങ്ങൾ നമ്മളെ വായനക്കാർക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി മഹാഭാരതത്തിലൂടെ കുട്ടിക്കൃഷ്ണമാരാർ നടത്തിയ പര്യടനം അല്ലെങ്കിൽ യാത്രയാണ് ഭാരത പര്യടനം എന്ന പേരിൽ അദ്ദേഹം എഴുതിയേക്കുന്ന മഹാഭാരത പഠനം. അതിനകത്തുള്ള ഒരു ലേഖനമാണ് യുദ്ധത്തിൻ്റെ പരിണാമം. മഹാഭാരതത്തിൻ്റെ ഏറ്റവും കാതലായ ഒരു ഭാഗം. ലോകത്ത് ഒരുപാട് സാഹിത്യകാരന്മാരുണ്ടായിട്ടുണ്ട്, ഇതിഹാസങ്ങളും ഉണ്ടായിട്ടുണ്ട്.
പക്ഷേ ഏറ്റവും തൻ്റെ ഇടത്തോടെ, ഏറ്റവും ശക്തിയുക്തം തൻ്റെ കൃതിയിലുള്ളത് എല്ലാമാണ് പണ്ട് സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഈ മഹാഭാരതത്തിലുള്ളതാണ്. ഇനി സംഭവിക്കാൻ പോകുന്നതും മഹാഭാരതത്തിലുള്ളതാണെന്ന് ശക്തമായിട്ട് നമ്മളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയ ഒരു സാഹിത്യകാരനാണ് ഇതിഹാസകാരനായ വേദവ്യാസൻ എന്ന വ്യാസൻ. അദ്ദേഹത്തോളം അങ്ങനെ പറയാനുള്ള തൻ്റെ ഇടം മറ്റാർക്കുമില്ല. അതിന് ഏറ്റവും മഹത്തായ ഉദാഹരണമാണ് യുദ്ധത്തിൻ്റെ പരിണാമം. നമ്മൾ ലോക ചരിത്രത്തിൽ കാണുന്ന എല്ലാ യുദ്ധവും ഇതേപോലെ തന്നെയാണ് അവസാനിച്ചേക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധം നിങ്ങൾക്കറിയാം. ജപ്പാനുണ്ടായ അതിഭയങ്കരമായ ദുരിതം. ജപ്പാനും ജർമ്മനിയും ഇറ്റലിയും ഒരു ഭാഗത്ത്, അല്ലേ? ബ്രിട്ടനും ഫ്രാൻസും മറുഭാഗത്ത്. എന്നിട്ട് ഈ രണ്ട് കൂട്ടരും തമ്മിലുണ്ടായ യുദ്ധമാണ്. അണുവായുധങ്ങളൊക്കെ പരസ്പരം പ്രയോഗിച്ചു. പക്ഷേ ആ യുദ്ധത്തിൽ ഹിരോഷിമ, നാഗസാക്കി എന്ന രണ്ട് സ്ഥലങ്ങൾ നിശേഷം തകർന്ന് തരിപ്പണമായി, അല്ലേ? ആ തകർന്ന് തരിപ്പണമായ ആ യുദ്ധത്തിൻ്റെ പരിണാമം എത്ര ഭീകരമായിരുന്നു. ഇന്നും അതിൻ്റെ പരിണിത ഫലങ്ങൾ അവിടെയുള്ള ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. മാറാവ്യാധികൾ അവിടെയുള്ളവർക്കുണ്ട്. അന്നുണ്ടായ അണുപ്രസരത്തിൻ്റെ അതിഭീകരമായ ഫലങ്ങൾ ഇന്നും അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ റഷ്യ അടുത്ത കാലത്ത് നടന്ന ഉക്രൈൻ യുദ്ധം, ആ ഉക്രൈൻ യുദ്ധം ഇപ്പോഴും പരിപൂർണമായിട്ട് തീർന്നിട്ടില്ല. എത്രയെത്ര പേർക്കാണ് അതിൽ നാശമുണ്ടായത്. ഹമാസ് തൊടുത്തുവിട്ട ഒരു വലിയ സ്ഫുരണം, അല്ലെങ്കിൽ വലിയൊരു ഹമാസാണ് തുടങ്ങിയത്. അതിൻ്റെ ഫലമായിട്ട് പാലസ്തീനും ഇസ്രായേലും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടേയിരിക്കുന്നു. ഗാസയിലെ ജനതതി അനുഭവിക്കുന്ന ദുരന്തത്തിന് കയ്യും കണക്കുമില്ല. ആ യുദ്ധം ഇറാനിലേക്കും വ്യാപിച്ചിട്ടുണ്ടിപ്പോൾ. അപ്പം യുദ്ധത്തിൻ്റെ പരിണാമമെന്ന് പറയുന്നത് ഒരിക്കലും നല്ലതല്ല. അങ്ങനെയുള്ള ഒരു യുദ്ധത്തിൻ്റെ പരിണാമം, യുദ്ധം ധർമ്മയുദ്ധം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയാലും അത് പിന്നീട് ധർമ്മയുദ്ധമൊന്നും അല്ലാതാകുന്ന അവസ്ഥ, അതിലെ പ്രധാന കഥാപാത്രങ്ങൾക്കുണ്ടാകുന്ന പരിണാമം, ഇതൊക്കെയാണ് ഒരു യുദ്ധം അവശേഷിപ്പിക്കുന്നത്. അതുപോലെ ഇവിടെയും കൗരവ പാണ്ഡവ യുദ്ധത്തിൻ്റെ പരിണാമം, ദുര്യോധനൻ്റെ അവസാന നിമിഷങ്ങൾ, യുദ്ധത്തിലെ ചതികൾ, യുദ്ധത്തിലെ പക അവസാനം വരെ നീണ്ടു നിൽക്കുന്നത് ഒക്കെ വിശകലനം ചെയ്യുന്നുണ്ട് ഈ പാഠത്തിൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിലെ ബന്ധങ്ങൾ, കഥാപാത്രങ്ങളെ ഒക്കെ മനസ്സിലാക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യുദ്ധത്തിൽ ധർമ്മയുദ്ധമായിട്ട് ആരംഭിച്ചു. ചതി ഒരിക്കലും പാടില്ലെന്ന് പറഞ്ഞു. പക്ഷേ പലപ്പോഴും ചതിയുണ്ടായി. നേരത്തെ പറഞ്ഞതുപോലെ അഭിമന്യുവിൻ്റെ വധമാണ് ആ ചതിയുടെ തുടക്കം. യുദ്ധത്തിൽ മഹാരഥന്മാർ പലരും വീണു. കൗരവപക്ഷത്ത് ഞാൻ പറഞ്ഞല്ലോ, അവരുടെ പിതാമഹനായ പാണ്ഡവരുടെയും കൗരവരുടെയും പിതാമഹൻ എന്ന് പറയാനും പിതാമഹനായ ഭീഷ്മർ അവിവാഹിതനാണ്. അദ്ദേഹത്തിന് ശന്തനുവിൻ്റെയും ഗംഗയുടെയും മകനാണ് ഭീഷ്മർ. ശന്തനുവിന് സത്യവതി എന്ന്
ഒരു ഭാര്യ കൂടിയുണ്ട്. ആ സത്യവതിക്ക് പരാശരനിലുണ്ടായ മകനാണ് വ്യാസൻ. വ്യാസന് ഉണ്ടാകുന്ന പുത്രന്മാരാണ് ശരിക്ക് ധൃതരാഷ്ട്രരും പാണ്ഡുവും. അതൊന്നും നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഞാനിത് ഇവിടെ പരാമർശിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നിങ്ങൾക്കിതൊക്കെ വായിക്കാൻ, പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെ വായിക്കാൻ താല്പര്യം തോന്നിയാൽ നിങ്ങൾക്ക് മഹാഭാരതം വായിക്കാൻ പറ്റില്ലല്ലോ. ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന പി.കെ. ബാലകൃഷ്ണൻ്റെ നോവലുണ്ട്. വി.എസ്. ഖണ്ടേക്കറുടെ യയാതി എന്ന് പറയുന്ന പുസ്തകമുണ്ട്. എം.ഡി. വാസുദേവൻ നായരുടെ രണ്ടാമൂഴം എന്ന നോവലുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് വായിക്കാം. വായിച്ച് നിങ്ങളുടെ 10ാം ക്ലാസ് പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്ത് ഈ പുസ്തകങ്ങളൊക്കെ ഒന്ന് വായിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ബന്ധങ്ങളും ഭീഷ്മരെ പറ്റിയുള്ള കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും നമുക്ക് ഈ പാഠഭാഗത്ത് മനസ്സിലാക്കേണ്ട കാര്യം, കൗരവപക്ഷത്തെ ആദ്യത്തെ സൈന്യാധിപൻ ഭീഷ്മരായിരുന്നു. ഭീഷ്മരെ തോൽപ്പിക്കാൻ പാണ്ഡവർക്ക് കഴിഞ്ഞേയില്ല. യുദ്ധത്തിൻ്റെ 9 ദിവസവും ഭീഷ്മരങ്ങനെ അജയ്യനായിട്ട് തന്നെ നിന്നു. അപ്പം ഭീഷ്മരെ തോൽപ്പിക്കാൻ വേണ്ടി ഭീഷ്മർ തന്നെ ധർമ്മപുത്രർക്ക് ഒരു ഉപായം പറഞ്ഞു കൊടുക്കുന്നു. പാഞ്ചാലിക്ക് ധൃഷ്ടദ്യുമ്നനല്ലാതെ ഒരു സഹോദരനുണ്ട്. അദ്ദേഹമാണ് ശിഖണ്ഡി. ശിഖണ്ഡിയുടെ പ്രത്യേകത അദ്ദേഹം ആണുമല്ല പെണ്ണുമല്ല. അപ്പം ശിഖണ്ഡിയെ അർജുനൻ്റെ തേരിൻ്റെ മുന്നിൽ കൊണ്ട് നിർത്തിയാൽ ഭീഷ്മർ ആയുധം താഴെ വെക്കും. അങ്ങനെ ആയുധം താഴെ വെച്ചാൽ ഭീഷ്മരെ വധിക്കാം എന്നാണ് ഭീഷ്മർ തന്നെ പാണ്ഡവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഉപായം. അങ്ങനെ ശിഖണ്ഡിയെ മുന്നിൽ നിർത്തും. ശിഖണ്ഡിയെ മുന്നിൽ നിർത്തുമ്പോൾ ഭീഷ്മർ ആയുധം താഴെ വെക്കും. അർജുനൻ അദ്ദേഹത്തെ അമ്പെയ്ത് വീഴ്ത്തും. അങ്ങനെ ഭീഷ്മരെ, നിരായുധനായ ഭീഷ്മരെ അമ്പെയ്ത് വീഴ്ത്തി ഭീഷ്മരെ തോൽപ്പിച്ചു. അടുത്ത സേനാധിപനാകുന്നത് ദ്രോണരായിരുന്നു. ദ്രോണർക്ക് ഏറ്റവും പ്രിയം തൻ്റെ പുത്രനായ അശ്വത്ഥാമാവിനെയാണ്. അശ്വത്ഥാമാവെന്നുള്ള പേര് നിങ്ങൾ ഓർക്കണം. ദ്രോണരുടെ പുത്രനാണ്. ഒരിക്കലും കള്ളം പറയാത്ത ആളാണ് ധർമ്മപുത്രർ. ധർമ്മപുത്രരുടെ അടുക്കൽ കൃഷ്ണൻ അശ്വത്ഥാമാവെന്ന് പേരുള്ള ഒരു ആനയെ ഉണ്ടാക്കി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചിട്ട് അതിനെ തല്ലി തകർക്കും. എന്നിട്ട് ധർമ്മപുത്രരോട് പറയും, അശ്വത്ഥാമാവ് കൊല്ലപ്പെട്ടു എന്ന് വിളിച്ചു പറയാൻ. ധർമ്മപുത്രര് അശ്വത്ഥാമാഹത കുഞ്ഞര എന്ന് പതുക്കെയും പറയും. അശ്വത്ഥാമാവ് കൊല്ലപ്പെട്ടു, ആനയാണ് എന്ന് പതുക്കെയും പറയും. തൻ്റെ പുത്രൻ മരിച്ചു എന്ന് കരുതി ദുഃഖിച്ച് ദ്രോണര് ആത്മവീര്യമൊക്കെ തകർന്ന് തേർത്തട്ടിലിരിക്കുന്ന സമയത്ത് ധൃഷ്ടദ്യുമ്നൻ അദ്ദേഹത്തിൻ്റെ തേരിൽ ചാടിക്കേറി ദ്രോണരുടെ തല വെട്ടുന്നു. അപ്പോൾ ഈ ധൃഷ്ടദ്യുമ്നനും പാഞ്ചാലിയും അല്ലെങ്കിൽ ദ്രൗപദിയും ശിഖണ്ഡിയും ദ്രുപദ മഹാരാജാവിൻ്റെ മക്കളാണ്. ദ്രുപദരും ദ്രോണരും ഒന്നിച്ചാണ് ഗുരുകുല വിദ്യാഭ്യാസം ചെയ്തത്. അവരവിടെ വലിയ സുഹൃത്തുക്കളുമായിരുന്നു. പക്ഷേ ദ്രോണരെ അവർ വലിയ സുഹൃത്തുക്കളായിരുന്നു. താൻ രാജാവായാൽ ദ്രോണര് പകുതി രാജ്യം കൊടുക്കാമെന്നൊക്കെ ദ്രുപദർ പറയും. ദ്രോണര് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞിറങ്ങി. ദ്രുപദൻ രാജാവായി. ദ്രോണർ ബ്രാഹ്മണനായതുകൊണ്ട് അദ്ദേഹത്തിന് വലിയ സാമ്പത്തികമൊന്നുമില്ല, കഷ്ടപ്പാടനുഭവിച്ച് ജീവിക്കുകയാണ്. ദ്രോണര് ദ്രുപദരെ സമീപിക്കും. ദ്രുപദര് ദ്രോണനെ കളിയാക്കി വിടും. അങ്ങനെ അവർ തമ്മിലൊരു പകയുണ്ടായി. ആ പക വളർന്നതിൻ്റെ ഫലമായിട്ട് കഥയൊക്കെ നിങ്ങൾ വായിച്ചാൽ മതി. ദ്രുപദര് ദ്രോണനെ കൊല്ലാൻ വേണ്ടി യാഗം ചെയ്ത് ഉണ്ടാക്കിയെടുത്തതാണ് ധൃഷ്ടദ്യുമ്നൻ എന്ന പുത്രൻ.
അതുകൊണ്ട് തന്നെ ദൃഷ്ടദ്യുമ്നൻ്റെ ഗുരുവാണ് ദ്രോണർ. ദൃഷ്ടദ്യുമ്നനെ ശസ്ത്രവിദ്യകളെല്ലാം പഠിപ്പിച്ചത് ദ്രോണരാണ്. ഗുരുവിനെ തേരിൽ കടന്ന് കയറി തലവെട്ടി കൊന്നു. അങ്ങനെ ഭീഷ്മരെയും ദ്രോണരെയും ധർമ്മയുദ്ധത്തിലൂടെയല്ല വധിച്ചത്. പിന്നീട് സൈന്യാധിപനായത് കർണനാണ്. കുന്തിക്ക് സൂര്യനിലുണ്ടായ പുത്രനാണ് കർണൻ. പക്ഷേ കർണനെ വളർത്തിയത് ഒരു സൂതനാണ്. സൂതൻ എന്ന് വെച്ചാൽ തേരോടിക്കുന്ന തേരാളിയാണ് കർണനെ വളർത്തിയത്. അതുകൊണ്ട് സൂതപുത്രനായിട്ടാണ് അദ്ദേഹം ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ടി വന്നത്. കർണൻ ദുര്യോധനൻ്റെ അടുത്ത സുഹൃത്താണ്. കർണന് ഈ പറഞ്ഞ കൂട്ടൊരു ശാപം ലഭിച്ചു. അദ്ദേഹത്തെ യുദ്ധം ചെയ്യാനൊക്കെ പഠിപ്പിച്ചത് പ്രശസ്തനായ വിശ്വാമിത്രനാണ്. വിശ്വാമിത്രനിൽ നിന്നാണ് യുദ്ധതന്ത്രങ്ങളൊക്കെ പഠിച്ചത്. പക്ഷേ കർണൻ ഒരു വിശ്വാമിത്രനല്ല മക്കളെ, പരശുരാമൻ. കർണൻ ഒരു ബ്രാഹ്മണനാണെന്ന് കരുതിയാണ് പരശുരാമൻ അദ്ദേഹത്തെ പഠിപ്പിച്ചത്. പക്ഷേ ക്ഷത്രിയനാണെന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ പരശുരാമന് ദേഷ്യമായി. ഇനി പഠിച്ചതൊന്നും വേണ്ട സമയത്ത് ഫലിക്കാതെ പോകട്ടെ എന്ന് കർണനെ പരശുരാമൻ ശപിച്ചു. അതുപോലെ കർണൻ ശബ്ദം കേട്ട് അമ്പയക്കാനുള്ള വിദ്യ പഠിച്ചപ്പോൾ അത് പരീക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം അമ്പയച്ചു. കഷ്ടകാലത്തിന് ആ അമ്പ് എന്നുകൊണ്ടത് ഒരു ബ്രാഹ്മണൻ്റെ പശുവില്ല. ആ ബ്രാഹ്മണനൊരു ശാപം കൊടുത്തു. നിർണായക ഘട്ടത്തിൽ നിന്റെ തേരിൻ്റെ ചക്രങ്ങൾ ഭൂമിയിൽ താഴ്ന്നു പോകട്ടെ. ഈ ശാപങ്ങളെല്ലാം കർണന് യുദ്ധസമയത്ത് അനുഭവിക്കേണ്ടി വന്നു. കർണൻ്റെ തേരിൻ്റെ ചക്രങ്ങൾ ഭൂമിയിൽ താണുപോയി. തേരിൻ്റെ ചക്രങ്ങൾ ഉയർത്താൻ വേണ്ടി അദ്ദേഹം തേരിൽ നിന്ന് താഴെ ഇറങ്ങി ചക്രം ഉയർത്താൻ വേണ്ടി ശ്രമിച്ചപ്പോഴാണ് കർണനെ അർജുനൻ അമ്പെയ്ത് വീഴ്ത്തിയത്. അവസാനം സൈന്യാധിപനായ കൗരവരുടെ ജ്യേഷ്ഠനായ ദുര്യോധനെ ധർമ്മത്തിനെതിരായിട്ട് ഗദായുദ്ധത്തിൽ തുടയ്ക്കടിച്ച് ഭീമൻ വീഴ്ത്തി. അങ്ങനെ പാണ്ഡവർ യുദ്ധം ജയിച്ചത് വല്ലപാടുമാണ്. നമുക്ക് പാഠഭാഗത്ത് ചോദിക്കാവുന്ന, ഈ പാഠഭാഗത്തെ ആസ്പദമാക്കി ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്, വല്ലപാടും പാണ്ഡവർ യുദ്ധം ജയിച്ചു എന്ന് പറയാനുണ്ടായ കാരണം വിലയിരുത്തുക. 4 മാർക്കിൻ്റെ ചോദ്യമായിരിക്കും. നിങ്ങൾ ഈ കഥയൊന്നും എഴുതേണ്ട കാര്യമില്ല. നിങ്ങൾ എഴുതേണ്ടത് ഇത്ര മാത്രം: കൗരവപക്ഷത്തുള്ള മഹാരഥന്മാരെയെല്ലാം യുദ്ധ നിയമത്തിനെതിരായിട്ടാണ് പാണ്ഡവർ വീഴ്ത്തിയത്. ശിഖണ്ഡിയെ മുൻനിർത്തി നിരായുധനായ ഭീഷ്മരെ അർജുനൻ അമ്പെയ്ത് വീഴ്ത്തി. പുത്രൻ മരിച്ച ദുഃഖത്തിൽ തളർന്ന് തേർത്തട്ടിലിരുന്ന ദ്രോണരെ ദൃഷ്ടദ്യുമ്നൻ തേരിൽ ചാടിക്കേറി കഴുത്ത് വെട്ടി വീഴ്ത്തി. നിരായുധനായി തേർച്ചക്രം ഭൂമിയിൽ താഴ്ന്നു പോയി അത് ഉയർത്താൻ വേണ്ടി നിന്ന കർണനെ അർജുനൻ വീഴ്ത്തി. ഗദായുദ്ധത്തിൽ യുദ്ധ നിയമത്തിനെതിരായിട്ട് തുടയ്ക്കടിച്ച് ദുര്യോധനെയും വീഴ്ത്തി. അങ്ങനെ പാണ്ഡവർ വല്ലപാടും യുദ്ധം ജയിച്ചു. ദുര്യോധനൻ, വീണുകിടക്കുന്ന ദുര്യോധനെ ഞാൻ പറഞ്ഞല്ലോ, കാണാനെത്തി സഞ്ജയൻ, കൃപരും കൃതവർമാവും അശ്വത്ഥാമാവും. വീണ് കിടന്നുകൊണ്ട് അദ്ദേഹം തികഞ്ഞ ആത്മവീര്യത്തോടെ തന്നെ കാണാൻ വന്നവരോട് സംസാരിക്കുന്നു. ദുര്യോധനനെന്നാണ് വിളിക്കുന്നതെങ്കിലും അദ്ദേഹത്തിന് മറ്റൊരു പേര് കൂടിയുണ്ട്, സുയോധനൻ എന്ന പേര്. നമ്മൾ ഈ പാഠഭാഗത്ത് ദുര്യോധനനെന്നറിയാതെ സുയോധനൻ എന്ന് നമ്മൾ പറയുക. കാരണം ഈ പാഠഭാഗത്ത് ദുര്യോധനൻ്റെ ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത്
അവസാന നിമിഷം വരെയും തളരാത്ത ആത്മവീര്യം. പിന്നെ ഭാരത പര്യടനത്തിൽ കുട്ടിക്കൃഷ്ണമാരാർ അദ്ദേഹത്തെ പരാമർശിക്കുമ്പോഴെല്ലാം പറയുന്ന ഒരു വാക്കുണ്ട്, സ്വപ്രത്യയസ്ഥൈര്യം. എല്ലാ സമയത്തും സ്ഥിരമായ സ്വഭാവത്തോടു കൂടിയിരിക്കുന്നവന് പറയുന്ന സ്വഭാവ സവിശേഷതയാണ് സ്വപ്രത്യയ സ്ഥൈര്യം. ആദ്യ ഒരു രാജാവായിട്ടിരുന്നപ്പോഴും പാണ്ഡവരോട് എതിർപ്പ് കാണിക്കുമ്പോഴും അവസാനം നിരാലംബനായി വീണുകിടക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ആ സ്ഥിര സ്വഭാവത്തിന് യാതൊരു മാറ്റവുമില്ല. അതുകൊണ്ടാണ് ആ വാക്ക് യുക്തിപൂർവം കുട്ടിക്കൃഷ്ണമാരാർ പ്രയോഗിച്ചേക്കുന്നത്. നിങ്ങൾ ഓർക്കുക, ആ വാക്ക് സ്വപ്രത്യയസ്ഥൈര്യം. ഒരുപാട് മഹാരഥന്മാർ ഇദ്ദേഹത്തിന് തുണയായിട്ടുണ്ടായിരുന്നു. ശ്രീകൃഷ്ണൻ്റെ നാരായണ സൈന്യം തന്നെ ദുര്യോധനന് തുണയായിട്ടുണ്ടായിരുന്നു. എന്നിട്ടും യുദ്ധത്തിൽ അദ്ദേഹം വീണുപോയി. അദ്ദേഹം അതിന് പറയുന്നൊരു ന്യായമാണ്, കാലത്തെ ആർക്കും കവച്ചു കടക്കാവതല്ല. തുടച്ചതഞ്ഞ് അദ്ദേഹം വീണു. പക്ഷേ ആ വീണ അദ്ദേഹത്തിൻ്റെ തലയിൽ ഭീമൻ ചവിട്ടി. അതിനപ്പുറം വലിയൊരു അനീതിയുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. യഥാകാലം വേണ്ട വിധത്തിൽ തന്നെ യാഗങ്ങളൊക്കെ ചെയ്തു, ശത്രുക്കളെയൊക്കെ അമർച്ച ചെയ്തു, രാജാക്കന്മാരെ കീഴടക്കി. ഒരിക്കലും ആർക്കും കീഴടങ്ങാതെ മരണം വരെ ചക്രവർത്തിയായിട്ട് ജീവിച്ചു. അദ്ദേഹത്തിൻ്റെ ഐശ്വര്യം ഇല്ലാതാകുന്നത് അദ്ദേഹത്തിൻ്റെ മരണശേഷം മാത്രമാണ്. കൗരവരുടെ, അതായത് ദുര്യോധനൻ്റെ ഭരണകാലത്തെപ്പറ്റി ആരും ദോഷം പറഞ്ഞിട്ടില്ല. പ്രജകൾക്കെല്ലാം ഏറ്റവും ഇഷ്ടമുള്ള ഭരണകാലം തന്നെയായിരുന്നു ദുര്യോധന ചക്രവർത്തിയുടെ കാലം. അദ്ദേഹം പറയുന്ന പോലെ തന്നെ എല്ലാം വേണ്ട വിധം ചെയ്തു കൂട്ടിയ ഒരു കാലഘട്ടം. മരണം വരെ അദ്ദേഹം ചക്രവർത്തിയായിരുന്നു. മരിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ആ ഐശ്വര്യം അസ്തമിച്ചത്. അപ്പം അത്രയ്ക്ക് നല്ലൊരു ഭരണം, അത്രയ്ക്ക് നല്ലൊരു ജീവിതം മറ്റാർക്കുണ്ടെന്ന് അദ്ദേഹം തന്നെ കാണാൻ വന്നവരോട് ചോദിച്ച് വായനക്കാരെ അതിശയിപ്പിക്കുകയാണ്. അതുപോലെ മരിച്ചു കിടക്കുമ്പോൾ അദ്ദേഹം ആദ്യം എല്ലാവരും ചോദിക്കുന്നത് സ്വന്തം ഭാര്യയെയും മക്കളെയും ഒക്കെയാണ്. പക്ഷെ അദ്ദേഹം ഭാര്യയെപ്പറ്റി ചോദിക്കുന്നില്ല. 100 സഹോദരന്മാരും മരിച്ചു, ഭർത്താവായ ജയദ്രഥനും മരിച്ചു. തങ്ങൾക്കുള്ള ഏക സഹോദരിയാണ് ദുശ്ശള. ദുശ്ശളയെപ്പറ്റി അദ്ദേഹം ഓർക്കുന്നു. അങ്ങനെ ഓർക്കുന്നത് അദ്ദേഹത്തിൻ്റെ മഹത്വത്തിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അപ്പം ഞാൻ രാജാവായിട്ടും വീണു, ഇതാണ് മനുഷ്യൻ്റെ വിധി. യുദ്ധത്തിൽ തോറ്റോടിയിട്ടല്ല, ഈ പാപികൾ കള്ളത്തരം കൊണ്ടാണ് എന്നെ കൊന്നത്. ഭാഗ്യവശാൽ നിങ്ങളെ എനിക്ക് ജീവനോടെ കാണാൻ പറ്റിയല്ലോ. ഞാൻ വേദങ്ങൾ പറയുന്നത് പ്രമാണമാണെങ്കിൽ, തെളിവാണെങ്കിൽ ഞാൻ അക്ഷയലോകങ്ങൾ നേടിയിരിക്കുന്നു. യുദ്ധത്തിൽ വീരചരമമടഞ്ഞ ഞാൻ മരണമില്ലാത്ത, നാശമില്ലാത്ത ലോകം കിട്ടിയിരിക്കുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി ആവതൊക്കെ ചെയ്തു, ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. നിങ്ങളെന്ന് പറഞ്ഞാൽ കൃപരും കൃതവർമാവും അശ്വത്ഥാമാവും പിന്നെ സഞ്ജയനും, ഇവരൊക്കെ ദുര്യോധന മഹാരാജാവിന് വേണ്ടി വേണ്ടതെല്ലാം ചെയ്തു. പക്ഷേ ഞാൻ വീണുപോയി. കാലത്തെ വിധിയെ ആർക്കും കവച്ചു കടക്കാവതല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അശ്വത്ഥാമാവ് മുന്നോട്ട് വന്നിട്ട് ഇവരെ ഞാൻ ഏതു വിധേനയും പാണ്ഡവപക്ഷത്തെ ഉന്മൂലനം ചെയ്യും എന്ന് പറയുന്നു. ഉടനെ തന്നെ
അശ്വത്ഥാമാവിനെ ദ്രോണപുത്രനായ തൻ്റെ സുഹൃത്തായ മഹാവീരനായ അശ്വത്ഥാമാവിനെ കുടം കൃപരോട് പുണ്യതീർത്ഥം കൊണ്ടുവരാൻ പറയുന്നു. പുണ്യതീർത്ഥം കൊണ്ടുവന്ന് അടുത്ത സേനാധിപനായിട്ട് ആ അവസ്ഥയിലും അദ്ദേഹം അഭിഷേകം ചെയ്യുന്നു. അഭിഷേകം ചെയ്ത് അദ്ദേഹത്തെ അവരെ ആശ്വസിപ്പിച്ച് പറഞ്ഞു വിടുന്നു, ഞാൻ യുദ്ധത്തിൽ തോറ്റോടിയിട്ടില്ല എന്ന് സമാധാനിച്ചുകൊണ്ട് അവരെ വിടുകയാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചില വാക്കുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. കള്ളത്തരം, കള്ളം എന്ന വാക്കിൽ നിന്നുണ്ടായ മറ്റൊരു വാക്കാണ് കള്ളത്തരം. അതുപോലെ ഒരുപാട് വാക്കുകൾ ഉണ്ടാവുന്നുണ്ട്. ഇപ്പം വസുദേവൻ, കൃഷ്ണൻ്റെ അച്ഛൻ്റെ പേരാണ് വസുദേവൻ. വസുദേവൻ്റെ മകൻ വാസുദേവൻ. ദ്രോണരുടെ പുത്രനാണ് അശ്വത്ഥാമാവ്. അദ്ദേഹത്തെ ദ്രൗണി എന്ന് വിളിക്കും. ഇപ്പം പാഠം പഠിച്ചു വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു വരുമ്പോൾ നമുക്ക് ഇതൊക്കെ ചർച്ച ചെയ്തുകൂടി പോകണം. കാരണം ഒറ്റ മാർക്കിനൊക്കെ ഇതിൽ നിന്നൊക്കെ ചോദ്യം ചോദിക്കും. നിങ്ങൾക്ക് ഈ പാഠഭാഗത്തു നിന്ന് ഇത്രയും നമ്മൾ ചർച്ച ചെയ്തതിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് കഥാപാത്ര നിരൂപണം. ദുര്യോധനൻ്റെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. അദ്ദേഹത്തിൻ്റെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങൾ വീണ്ടും ഓർക്കുക. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് ഞാൻ പറഞ്ഞു, സ്വപ്രത്യയസ്ഥൈര്യം. എതിരാളികളോട്, അതായത് പാണ്ഡവരോട് അദ്ദേഹത്തിനുള്ള വെറുപ്പ്, അദ്ദേഹത്തിൻ്റെ ഞാനെന്ന ഭാവം, ആത്മധൈര്യം, ഇതിനൊന്നും അവസാനം വരെ ഒരു മാറ്റവും ഇല്ല. തുടയ്ക്കടിയേറ്റ് ചതഞ്ഞ് വീണ് കിടക്കുമ്പോഴും പ്രാണവേദനയോടെ ഞരങ്ങുന്ന അവസ്ഥയിലും അദ്ദേഹത്തിൻ്റെ ആ സ്വഭാവത്തിന് മാറ്റമില്ല. അത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമാണ്. മറ്റൊന്ന്, അദ്ദേഹം ചോദിക്കുന്നു, എന്നെപ്പോലെ പ്രതാപവാൻ ആരുണ്ട്? ഞാൻ വേണ്ട സമയത്ത് യാഗങ്ങളെല്ലാം യഥാവിധി ചെയ്തു, ശത്രുക്കളെയെല്ലാം അമർച്ച ചെയ്തു, രാജാക്കന്മാരെയെല്ലാം കീഴടക്കി, മരിക്കും വരെയും ഞാൻ ചക്രവർത്തി തന്നെയായിരുന്നു. എൻ്റെ ഐശ്വര്യം മരണം വരെ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. മരിച്ചതിന് ശേഷം മാത്രമാണ് ആ ഐശ്വര്യം എന്നെ വിട്ടുപോയത്. അങ്ങനെ പ്രതാപത്തോടും ശ്രീയോടും അദ്ദേഹത്തെ ചതി ചെയ്ത് തുടയ്ക്കടിച്ച് വീഴ്ത്തിയാണ് ഭീമൻ കീഴടക്കിയത്. ആ വീണ അദ്ദേഹത്തിൻ്റെ തലയിൽ ചവിട്ടി ഭീമൻ ആ ഭീമൻ്റെ നീചത്വത്തെ അപലപിക്കുന്നുണ്ട്. ആ പ്രതാപം അദ്ദേഹത്തിൻ്റെ ഗുണമാണ്. പിന്നെ ആഭിജാത്യം അഥവാ കുടുംബ മഹിമ. തൻ്റെ ഭാര്യയെ ഓർക്കുന്നതിന് മുമ്പ്, മാതാപിതാക്കളെ ഓർക്കുന്നതിന് മുമ്പ്, സഹോദരന്മാർ മരിച്ച് ഭർത്താവും മരിച്ച് നിരാലംബയായ സഹോദരിയെ ഓർക്കുന്നു. സഹോദരി ദുശ്ശളയെ ഓർത്ത് അദ്ദേഹം വിലപിക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ആഭിജാത്യമാണ്. ദുര്യോധനൻ്റെ അവസാന നിമിഷങ്ങൾ അദ്ദേഹം കാണിക്കുന്ന ശത്രുക്കളോടുള്ള വെറുപ്പ്, കുടുംബത്തോടുള്ള സ്നേഹം, തളർന്ന് അവശനായി വീണ് കിടക്കുമ്പോഴും അദ്ദേഹം കാണിക്കുന്ന ആ തലയെടുപ്പ്, അതൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷതയാണ്. മഹാഭാരത കഥയിലെ ഏറ്റവും സങ്കീർണമായ വ്യക്തിത്വം. അദ്ദേഹം ശത്രുക്കൾക്ക് അദ്ദേഹം ദുര്യോധനാണ്, പക്ഷേ ബന്ധുക്കൾക്ക് അദ്ദേഹം സുയോധനനാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ പേരിൽ തന്നെയുള്ള ആ വൈരുദ്ധ്യം അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലും നമുക്ക് കാണാം. അപ്പം പാണ്ഡവ ഭാഗത്തുള്ള ഓരോരുത്തരും അത്ര ബന്ധുക്കളോട് സ്നേഹമുള്ളവരൊന്നും ആയിരുന്നില്ല. അവർ ദുര്യോധനെ പോലെ ആ ഒരു കാര്യത്തിൽ മഹിമയുള്ളവരല്ല.
അവസാനം വരെയും ആ സ്വപ്രത്യയ സ്ഥൈര്യവും ആത്മാഭിമാനവും കാട്ടിയ അദ്ദേഹം അവസാന നിമിഷങ്ങളിലും അത് കാട്ടി എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർക്കണം. എന്തായാലും ദുര്യോധനൻ കൃപരെ കൊണ്ട് അശ്വത്ഥാമാവിനെ അവസാനത്തെ സേനാപതിയാക്കി മാറ്റി. ഈ സമയത്ത് ഇതെല്ലാം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ മറുഭാഗത്ത് യുദ്ധത്തിൽ വിജയിച്ചതിൻ്റെ സന്തോഷത്തോടെ പാണ്ഡവപക്ഷം പാളയത്തിൽ അങ്ങനെ ശാന്തമായി ഉറങ്ങുകയാണ്. ഈ സമയത്ത് ഈ യുദ്ധത്തിൻ്റെയൊക്കെ സൂത്രധാരനായ എല്ലാ കാര്യങ്ങളും അറിയാവുന്നവനായ സാക്ഷാൽ ശ്രീകൃഷ്ണൻ പാണ്ഡവർ5 പേരെ സാത്വികിയോടൊപ്പം ശിബിരത്തിൽ താമസിക്കാൻ അനുവദിക്കാതെ നമ്മുടെ യുദ്ധത്തിൽ ജയിച്ച ആ മംഗളത്തിനായിട്ട് പുറത്ത് താമസിക്കണമെന്ന് ഉപദേശിച്ചു. അതനുസരിച്ച് അവർ ഓഖവതി നദീതീരത്തേക്ക് പോയി. ഈ സമയത്ത് പാണ്ഡവരുടെ പാളയത്തിലേക്ക് കൃതവർമ്മ അശ്വത്ഥാമാക്കൾ, കൃപരും കൃതവർമാവും അശ്വത്ഥാമാക്കളും ശിബിരത്തിനകത്തും പുറത്തുമൊക്കെയായിട്ട് ചെന്ന് നിലയുറപ്പിച്ചു. ഉറങ്ങിക്കിടന്ന പാഞ്ചാലി സഹോദരൻ ധൃഷ്ടദ്യുമ്നനെ മർമ്മത്തിൽ ചവിട്ടി അശ്വത്ഥാമാവിൻ്റെ പിതാവായ ദ്രോണരെ, അതായത് ധൃഷ്ടദ്യുമ്നൻ്റെ ഗുരുവിനെ വധിച്ചത് അയാളാണല്ലോ. അപ്പം ഗുരുവിനെ കൊന്നവനായ ഗുരുഖാദി, പാഠഭാഗത്ത് പ്രയോഗിച്ചേക്കുന്നത് ഗുരുഖാദികൾക്ക് ലോകങ്ങളില്ല എന്ന് പറഞ്ഞ് അയാളെ ആയുധം കൊണ്ട് കൊല്ലാതെ മർമ്മങ്ങളിൽ ചവിട്ടി അശ്വത്ഥാമാവ് കൊന്നു. കയ്യിൽ കിട്ടിയവരെയെല്ലാം വെട്ടി വീഴ്ത്തി. ഒരു കാലനെ പോലെ അശ്വത്ഥാമാവ് ശിബിരത്തിൽ കടന്ന് തലങ്ങും വിലങ്ങും സഞ്ചരിച്ച് എല്ലാവരെയും വെട്ടി വീഴ്ത്തി. അക്കൂട്ടത്തിൽ പാഞ്ചാലിയുടെ 5 പുത്രന്മാരും കൊല്ലപ്പെട്ടു. ഭീഷ്മരെ വധിക്കാൻ കാരണക്കാരനായ ശിഖണ്ഡി 3 തുണ്ടമാക്കപ്പെട്ടു. രക്ഷപ്പെട്ട് പുറത്തേക്കോടിയവരെ വാതിലിൽ കാത്തുനിന്ന് കൃപരും കൃതവർമാവും വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തി. ആളുകളൊക്കെ ഉറങ്ങി. നിശബ്ദമായ ശിബിരം. എല്ലാവരെയും കൊന്ന് നിശബ്ദമായ ശിബിരം. അങ്ങനെ നിശബ്ദമായ ശിബിരത്തിൽ നിന്ന് ഇവരിറങ്ങിപ്പോന്നു. ഇവരങ്ങോട്ട് കയറിയപ്പം നിശബ്ദമായിരുന്നു ശിബിരം. ഇറങ്ങിപ്പോന്നപ്പോഴും ആളുകൾ കൊല്ലപ്പെട്ട് നിശബ്ദമായിരുന്നു. എന്നിട്ട് അതിനെല്ലാം, ആ പാളയങ്ങൾക്കെല്ലാം തീവിട്ടു. ഇതായിരുന്നു യുദ്ധത്തിൻ്റെ പരിണാമം. ആര് ജീവിച്ചു? ധർമ്മപുത്രർ രാജാവാകും. ആർക്കു വേണ്ടി രാജാവാകണം? ആരെങ്കിലും ഉണ്ടോ? ആരും അവശേഷിക്കുന്നില്ല. ആരുമില്ലാത്ത, തൻ്റെ മക്കളില്ലാത്ത, ബന്ധുക്കളില്ലാത്ത ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിട്ടാണ് ധർമ്മപുത്രൻ മാറുന്നത്. ഈ 5 മക്കൾക്കും അഭിമന്യുവിനും ധൃഷ്ടദ്യുമ്നനും ഒക്കെ ഭാര്യമാരൊക്കെ ഉണ്ട്. അവരുടെ ഭാര്യമാരെല്ലാം നിരാലംബരായി. മക്കൾ, അവർക്കും അച്ഛനില്ല. അതാണ് യുദ്ധത്തിൻ്റെ പരിണാമം. വ്യാസൻ തൻ്റെ മഹാഭാരതത്തിലൂടെ ഇതാണ് കാണിക്കുന്നത്. ഇങ്ങനെ അശ്വത്ഥാമാവ് ഇവരെയെല്ലാം വധിച്ചു കഴിഞ്ഞപ്പോൾ ബാക്കി ഭാഗം നിങ്ങൾക്കറിയണ്ടേ? പിറ്റേ ദിവസം ഉണർന്നപ്പോൾ പാണ്ഡവർ കാണുന്നത് ഒന്നുമില്ലാതായ തങ്ങളുടെ അവസ്ഥയാണ്. ഒരു സമുദ്രം മുഴുവൻ നീന്തിക്കടന്നിട്ട് കൈത്തോട്ടിൽ വെച്ച് മുങ്ങി മരിച്ച ഒരവസ്ഥ. പിറ്റേന്ന് അതാണറിയുന്നത്. ഇതറിഞ്ഞിട്ട് യുധിഷ്ഠിരൻ മോഹാലസ്യപ്പെട്ട് വീണു. മോഹാലസ്യത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒന്നും വേണ്ട, വിരക്തനായി.
എനിക്കിനി രാജ്യവും വേണ്ട, രാജാവും ആകണ്ട എന്നുള്ള അവസ്ഥയായി. അപ്പോൾ ഇന്നലെ വല്ലപാടും നേടിയ വിജയം ഇന്നിപ്പോൾ ഭീകര പരാജയമായി. പകൽവെട്ടത്തിലൊന്നും നോക്കിക്കാണാൻ പോലും കഴിയുന്നതിന് മുമ്പ് അത് പരാജയമായിരിക്കുന്നു. വ്യാസൻ അപ്പോൾ പ്രശസ്തമായൊരു വാചകം പറയുന്നു: ജയോയം അജയാകാരോ ജയത്തസ്മാൽ പരാജയ. അജയമായ ആകാരത്തോട് കാണപ്പെടുന്ന ജയം. നമുക്ക് തോന്നും നമ്മൾ ജയിച്ചു എന്ന്, പക്ഷേ ആ ജയം എന്തായിത്തീർന്നു? വെറും പരാജയമായി തീർന്നു. എല്ലാവരും ആ കൊലക്കളത്തിലെത്തി. ദ്രൗപദിയും മോഹാലസ്യപ്പെട്ടു വീണു. ഭീമസേനൻ ചെന്ന് ദ്രൗപദിയെ താങ്ങി. ഉടനെ തന്നെ ദ്രൗപദി ഭീമസേനോട് പറയും, ആ ദ്രൗണിയുടെ തല എനിക്ക് വേണം. അവൻ്റെ തലയിലിരിക്കുന്ന ചൂടാമണി, ദ്രൗണിയുടെ തലയിൽ ഒരു ചൂടാരത്നമുണ്ട്. ആ രത്നം അത് എപ്പോഴും പ്രകാശിക്കത്തില്ല. അപ്പോൾ വളരെ വിശിഷ്ടമായൊരു രത്നമാണ്. അതവൻ്റെ തലയ്ക്കകത്താണ് പിടിപ്പിച്ചേക്കുന്നത്, തലച്ചോറിനകത്ത്. അവനെ കൊന്ന് ആ ചൂടാരത്നമെടുത്ത് യുധിഷ്ഠിരൻ്റെ തലയിൽ അണിയണം എന്ന് ഭീമനോട് പറയും. ഭീമൻ അത് കേട്ട ഉടനെ തന്നെ നകുലനെയും കൊണ്ട് ഇദ്ദേഹത്തെ ദ്രൗണിയെ കൊല്ലാൻ വേണ്ടി, അശ്വത്ഥാമാവിനെ കൊല്ലാൻ വേണ്ടി ചാടി പുറപ്പെട്ടു. അശ്വത്ഥാമാവിന് ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹത്തിന് ബ്രഹ്മാസ്ത്രമറിയാം. ബ്രഹ്മാവ് എന്ന് പറയുന്നയാളാണ് ലോകത്തെ മുഴുവൻ സൃഷ്ടിക്കുന്നതെന്നാണ് നമ്മുടെ വിശ്വാസം. ബ്രഹ്മാവ്, മഹാവിഷ്ണു, പരമശിവൻ. ബ്രഹ്മാവ് സൃഷ്ടിക്കും, സൃഷ്ടിക്കുന്ന ആൾക്കാരെ സംരക്ഷിക്കുന്നത് മഹാവിഷ്ണു, അവരെ സംഹരിക്കുന്നത് പരമശിവൻ എന്നൊക്കെ നമ്മുടെ വിശ്വാസം. അപ്പം ബ്രഹ്മാസ്ത്രം അറിയാം. ബ്രഹ്മാസ്ത്രം എന്ന് പറയുന്നത് ഭൂമിയെ മുഴുവൻ ചുടുന്നതാണ്. നമ്മളിപ്പോൾ അണുവായുധം, രാസായുധം, അതുപോലെ അടുത്ത കാലത്തുള്ള പലതരത്തിലുള്ള മിസൈലുകൾ, ബോംബുകൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇതിനൊക്കെ അതിഭയങ്കരമായ നശീകരണ ശക്തിയുണ്ട്. മനുഷ്യരെ കൊല്ലാതെ, അതായത് പ്രത്യക്ഷത്തിൽ മനുഷ്യരെ കൊല്ലാതെ, എന്നാൽ അണുപ്രസരണം കൊണ്ട് പതുക്കെ പതുക്കെ മനുഷ്യനെയും ഭൂമിയെയും ഇല്ലാതാക്കുന്ന ആയുധങ്ങൾ വരെയുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ശാസ്ത്രം പഠിക്കുന്ന കുട്ടികളാണ്, നിങ്ങൾക്കറിയാം. അപ്പോൾ അതുപോലെയുള്ള അസ്ത്രങ്ങളൊക്കെ പണ്ടുമുണ്ടായിരുന്നു. അതുപോലത്തെ ഒരു അസ്ത്രമാണ് ബ്രഹ്മാസ്ത്രം. ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമി മുഴുവൻ ചുട്ടുപോകും. ചുട്ടുപോകുമെന്ന് മാത്രമല്ല, 12 വർഷക്കാലം ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച ഭൂമിയിൽ മഴ പെയ്യത്തില്ല. അവിടെ ജനിക്കുന്ന കുട്ടികൾ കാലം കഴിഞ്ഞാലും അംഗവൈകല്യമുള്ളവരായിരിക്കും. അപ്പം അങ്ങനെയുള്ള അതിഭയങ്കരമായ അസ്ത്രമാണ്. ആ അസ്ത്രം പ്രയോഗിച്ചാൽ ഭാവി തലമുറയ്ക്ക് കൂടി ദോഷമാണ്. അത് മറ്റാർക്കും അറിയത്തില്ല, അർജുനന് മാത്രമേ അറിയുള്ളൂ. ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ കഴിവുള്ള ഒരാൾ അർജുനൻ മാത്രമാണ്. ഭീമൻ ചെന്നാൽ ഭീമന് ഈ അസ്ത്രം പ്രയോഗിക്കുന്ന അശ്വത്ഥാമാവിനെ തടയാൻ പറ്റില്ല. അതുകൊണ്ട് ഉടനെ തന്നെ കൃഷ്ണൻ അർജുനനോടൊപ്പം, കൃഷ്ണാർജുനന്മാർ, കൃഷ്ണനും അർജുനനും പുറപ്പെട്ടു. പക്ഷെ അവർക്ക് ഭീമനെ തടയാൻ കഴിഞ്ഞില്ല. അദ്ദേഹം അങ്ങ് എത്തി. ഈ സമയത്ത് ഗംഗയുടെ തീരത്ത്, ഭാഗീരഥിയുടെ തീരത്ത് വ്യാസൻ അഥവാ കൃഷ്ണദ്വൈപായനൻ, വ്യാസൻ്റെ മറ്റൊരു പേരാണ് കൃഷ്ണദ്വൈപായനൻ. മഹാഭാരത കഥയിൽ കൃഷ്ണ എന്ന പേരോടുകൂടി 3 പേരാണുള്ളത്. ഒന്ന് സാക്ഷാൽ ശ്രീകൃഷ്ണൻ, മറ്റൊന്ന് കൃഷ്ണ എന്ന പേരോടുകൂടി ജനിച്ച
പാഞ്ചാലി, ദ്രൗപദി. ദ്രൗപദിയുടെ യഥാർത്ഥ നാമധേയം കൃഷ്ണ എന്നാണ്. മറ്റൊന്ന് വ്യാസൻ, കൃഷ്ണദ്വൈപായനൻ എന്ന വ്യാസൻ. ഈ കൃഷ്ണദ്വൈപായനൻ ഗംഗാതീരത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്താണ് അശ്വത്ഥാമാവ്. അപ്പം തൻ്റെ നേരെ പാഞ്ഞു വരുന്ന ഇവരെ കണ്ട് അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്രം തന്നെ പ്രയോഗിക്കാൻ ഉറപ്പിച്ചു. എന്നിട്ട് ഒരു പുൽക്കൊടിയെടുത്ത് മന്ത്രം ജപിച്ച് പാണ്ഡവരുടെ നാശത്തിനായി അപാണ്ഡവായ, പാണ്ഡവർ നശിക്കട്ടെ എന്ന് പറഞ്ഞ് അവരുടെ നേരെ അത് തൊടുത്തുവിട്ടു. 3 ലോകവും നശിപ്പിക്കാൻ പോകുന്ന തീയ് അതിൽ നിന്നുണ്ടായി. നിവർത്തിയില്ലാതെ കൃഷ്ണൻ അർജുനനോടും അതേ അസ്ത്രം പ്രയോഗിക്കാൻ പറഞ്ഞു. അർജുനൻ ആചാര്യപുത്രന് നന്മ വരട്ടെ എന്ന് ആദ്യം മനസ്സിൽ വിചാരിച്ചു. പിന്നെ തനിക്കും തൻ്റെ സഹോദരന്മാർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ച് അസ്ത്രം കൊണ്ടടങ്ങട്ടെ എന്ന് മംഗളം കൽപ്പിച്ച് അത് പ്രയോഗിച്ചു. ഈ അസ്ത്രങ്ങളുടെ നടുക്കായിട്ട് സർവഭൂതങ്ങളിലും കുടികൊള്ളുന്ന നാരദനും ഭാരതത്തിൻ്റെ പിതാമഹനായ വ്യാസനും അഥവാ കൃഷ്ണദ്വൈപായനനും വന്നു നിന്നു. അർജുനൻ ഉടനെ തന്നെ അസ്ത്രത്തെ പിൻവലിച്ചു. പക്ഷേ ദ്രൗണിക്ക് അതിനുള്ള കഴിവില്ല. കാരണം ഈ അസ്ത്രം പ്രയോഗിക്കണമെങ്കിൽ ബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിച്ചവനേ പറ്റത്തുള്ളൂ. അർജുനൻ അജ്ഞാതവാസകാലത്ത് വിരാടൻ്റെ കൊട്ടാരത്തിൽ ബൃഹന്നള എന്ന പേരിൽ കഴിഞ്ഞിരുന്നപ്പോൾ അദ്ദേഹം ബ്രഹ്മചര്യ വ്രതമാണ് അനുഷ്ഠിച്ചിരുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ അസ്ത്രത്തെ സംഹരിക്കാൻ കഴിവുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം അത് സംഹരിച്ചത്. ദ്രൗണിക്ക് അതിന് കഴിവില്ല. അദ്ദേഹം അത് സംഹരിക്കാനാവാതെ വാശിയോടെ നിൽക്കും. വ്യാസൻ നേരിട്ട് പറഞ്ഞിട്ടും അയാൾ പിന്മാറിയില്ല. എന്നിട്ട് അയാൾ ആ അസ്ത്രത്തെ പാണ്ഡവരുടെ സന്തതിയിലേക്ക്, അതായത് അഭിമന്യുവിൻ്റെ ഭാര്യ ഉത്തര ആ സമയത്ത് ഗർഭിണിയാണ്, അവളുടെ ഗർഭത്തിലേക്ക് ആ അസ്ത്രത്തെ തിരിച്ചുവിട്ടു. ശ്രീകൃഷ്ണൻ ഉത്തരയുടെ ഗർഭത്തിലുള്ളത് ചാപിള്ളയാണെങ്കിലും അതിനെ സംരക്ഷിക്കുമെന്ന് പാണ്ഡവർക്ക് ഉറപ്പ് നൽകി. ആ ചാപിള്ളയാണ് പിന്നീട് പരീക്ഷിത്തായിട്ട് ജനിക്കുന്നത്. പരീക്ഷയെ ജയിച്ചവനായതുകൊണ്ടാണ് പരീക്ഷിത്ത് എന്നു പേര് അദ്ദേഹത്തിനുണ്ടാകുന്നത്. ഇനി അദ്ദേഹം ചൂടാമണി, ഇദ്ദേഹത്തിൻ്റെ തലയിലുണ്ടായിരുന്ന ചൂടാമണി എടുത്ത് ഇദ്ദേഹത്തെ കാട്ടിലേക്ക് പറഞ്ഞുവിടും. ഇന്നും അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ട് എന്നാണ് നമ്മുടെ വിശ്വാസം. ചിരഞ്ജീവിയായിട്ട് അദ്ദേഹം ജീവിച്ചിരിക്കുന്നു. ചിരഞ്ജീവികളായിട്ട് വേറെ പലരുണ്ട്. വിഭീഷണൻ, ഹനുമാൻ, അതുപോലെ ഒരു ചിരഞ്ജീവിയാണ് ദ്രൗണിയും. ഹനുമാൻ എന്ന് പറഞ്ഞാൽ വായുവിൻ്റെ പ്രതീകമാണ്. വായു എപ്പോഴും ഈ മനുഷ്യനുള്ളിടത്തോളം കാലം വായു ഉണ്ടല്ലോ, അതുപോലെ മനുഷ്യനുള്ളിടത്തോളം കാലം മനുഷ്യകുലത്തിന് സർവനാശമുണ്ടാക്കുന്ന ഒന്നാണ് അവൻ്റെ മനസ്സിലെ പക. അപ്പം പക കൊണ്ടാണ് എല്ലാ യുദ്ധങ്ങളും ഉണ്ടായിട്ടുള്ളത്. പണ്ട് മുസോളിനിക്ക് പകയുണ്ടായപ്പോൾ, ലോകം പിടിച്ചടക്കണമെന്ന് മോഹമുണ്ടായപ്പോൾ അത് ലോകമഹായുദ്ധമായി പരിണമിച്ചു. അതുപോലെ സദ്ദാം ഹുസൈൻ്റെ മനസ്സിലുണ്ടായ ഒരു പകയാണ് ശരിക്ക് കുവൈറ്റ് യുദ്ധത്തിന് കാരണമായത്. എന്തിന്? ബിൻ ലാദൻ എന്ന് പറയുന്നയാൾ വേൾഡ് ട്രേഡ് സെൻറ്റർ നശിപ്പിച്ചതാണ് അമേരിക്ക അഫ്ഗാനെതിരെ യുദ്ധം ചെയ്യാൻ കാരണമായത്. ഇപ്പോൾ ഹമാസിൻ്റെ നേതാവ് തൊടുത്തുവിട്ട പകയാണ്
ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള യുദ്ധത്തിന് കാരണമായേക്കുന്നത്. അങ്ങനെ ഓരോ കാലഘട്ടത്തിലും ഓരോ മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകുന്ന പക യുദ്ധങ്ങൾക്ക് കാരണമാകും. ഇപ്പം കാലാകാലങ്ങളായിട്ട് മനുഷ്യകുലത്തിൻ്റെ സർവനാശത്തിന് പ്രേരകമാകുന്നത് മനുഷ്യൻ്റെ മനസ്സിലുള്ള പക തന്നെയാണ്. അതിങ്ങനെ വ്യക്തികളുടെ മനസ്സിൽ അടിഞ്ഞുകൂടി പുകഞ്ഞ് പൊരിയായിട്ട് പൊട്ടിപ്പടർന്ന് ആദ്യം വ്യക്തികളിൽ നിന്ന് വ്യക്തികളിലേക്ക്, പിന്നെ സമൂഹങ്ങളിലേക്ക്, പിന്നെ രാജ്യങ്ങളിലേക്ക്, അവസാനം ലോകത്ത് മുഴുവൻ പടർന്നു വ്യാപിക്കുന്ന മഹായുദ്ധമെന്ന ഭയങ്കരമായ വിപത്താണ് ഈ പക. ഭാരത ഇതിഹാസം ശരിക്ക് ഒരു വിജയഗാഥയല്ല, മറ്റിതിഹാസങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. മനുഷ്യജീവിതത്തിലുണ്ടാകുന്ന കെടുതികളും ജീവനാശവും ചിത്രീകരിച്ച് യുദ്ധത്തിൽ നിന്ന് പിന്മാറാനുള്ള ആഹ്വാനമാണ് മഹാഭാരത യുദ്ധത്തിലൂടെ വ്യാസൻ നമുക്ക് പകർന്നു തരുന്നത്. യുദ്ധം വിജയികൾക്ക് പോലും ആനന്ദമല്ല. അംഗവൈകല്യം, അനാഥത്വം, അണുപ്രസരണം, മഹാവ്യാധികൾ, ഇതൊക്കെയാണ് അതിൻ്റെ ഫലം. പറയുന്നുണ്ടല്ലോ, ബ്രഹ്മാസ്ത്രം വീണ മണ്ണിൽ 12 വർഷം മഴ പെയ്യില്ല, പുല്ലുപോലും കിളിർക്കത്തില്ല, വരും തലമുറയുടെ ജീവിതവും അവതാളത്തിലാകും. അണുബോംബ് വർഷിച്ചാലും ഇതുതന്നെയാണ് ഗതി. ഇങ്ങനെ ഭൂതവും വർത്തമാനവും ഭാവിയും ഒന്നിക്കുന്ന ഈ കൃതിയിലില്ലാത്തതൊന്നുമില്ല. ലോകത്ത് നടന്നതും നടന്നുകൊണ്ടിരിക്കുന്നതും നടക്കാനിരിക്കുന്നതുമായ എല്ലാം ഈ ഇതിഹാസ കാവ്യത്തിലുണ്ട്. നമ്മൾ പാഠഭാഗത്തിലൂടെ ഏകദേശം കടന്നുപോയി. ഇതിനകത്ത് പരാമർശിക്കേണ്ടതായ മിക്ക കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് റിവിഷനാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ പാഠഭാഗത്തുള്ള ചില ചോദ്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്ത് പോകേണ്ടതുണ്ട്. പാഠഭാഗം ചർച്ച ചെയ്തപ്പോൾ തന്നെ നിങ്ങളോട് പറഞ്ഞതാണ്, എങ്കിലും ഒരിക്കൽ കൂടി പറയുകയാണ്. പാണ്ഡവർ വല്ലപാടും നേടിയ ജയം എന്ന് വിശേഷിപ്പിക്കാനുണ്ടായ കാരണമെന്താണ്? എന്തുകൊണ്ടാണ് പാണ്ഡവർ വല്ലപാടും നേടിയ ജയം എന്ന് പറയുന്നത്? നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ കൗരവപക്ഷത്തുള്ള എല്ലാവരെയും പാണ്ഡവർ വീഴ്ത്തിയത് എങ്ങനെയാണ്? ചതിയിലൂടെയാണ് വീഴ്ത്തിയത്. യുദ്ധനിയമത്തിനെതിരെയാണ് വീഴ്ത്തിയത്. ശിഖണ്ഡിയെ മുൻനിർത്തി നിരായുധനായ ഭീഷ്മരെ വധിച്ചു. പുത്രൻ മരിച്ചു എന്ന് പറഞ്ഞ് ദ്രോണരുടെ ആത്മവീര്യം കെടുത്തി ദ്രോണരെ തലവെട്ടി വീഴ്ത്തി. നിരായുധനായ കർണനെ വധിച്ചു. അവസാനം കൗരവ ജ്യേഷ്ഠനായ ദുര്യോധനെ ഗദായുദ്ധത്തിൻ്റെ ധർമ്മം തെറ്റിച്ച് തുടയ്ക്കടിച്ച് വീഴ്ത്തി. അങ്ങനെ പാണ്ഡവർ വല്ലപാടും വിജയം നേടി. നീ തനിക്ക് സ്വർഗപ്രാപ്തി കിട്ടുമെന്ന് ദുര്യോധനൻ ബലമായി വിശ്വസിച്ചു. അതിൻ്റെ അടിസ്ഥാനമെന്ത്? വിശകലനം ചെയ്ത് കുറിപ്പെഴുതുക എന്ന് പറഞ്ഞാൽ, അവസാനം വരെയും അദ്ദേഹം യുദ്ധം ചെയ്തു. എല്ലാവരും വീണിട്ടും തൻ്റെ നാടിന് വേണ്ടി, തനിക്ക് ചക്രവർത്തി സ്ഥാനം നിലനിർത്താൻ വേണ്ടി അദ്ദേഹം യുദ്ധം ചെയ്തു. യുദ്ധം ചെയ്തിട്ട് അദ്ദേഹം ഗദായുദ്ധത്തിൽ അവസാനം എല്ലാവരും വീണിട്ടും ആത്മവീര്യം കെടാതെ ഭീമനുമായിട്ട് ഗദായുദ്ധം ചെയ്യുന്നു. ആ ഗദായുദ്ധത്തിൽ ഉയർന്നു ചാടിയ അദ്ദേഹം ഗദ കൊണ്ടടിയേറ്റാണ് വീണത്. അപ്പോൾ യുദ്ധത്തിൽ വീരചരമം പ്രാപിക്കും. അങ്ങനെയുള്ള ഒരാൾക്ക് ഒരിക്കലും വീരസ്വർഗം കിട്ടാതിരിക്കില്ല. അതുകൊണ്ടാണ് താൻ സ്വർഗപ്രാപ്തി നേടുമെന്ന് ദുര്യോധനൻ ബലമായി വിശ്വസിക്കുന്നത്. ഇനി 2 വരി കൊടുത്തിട്ടുണ്ട്. വിഷത്തേക്കാൾ വർജ്യമാകും നരചിത്തം ദുഷിക്കുകിൽ. ഈ വരികളിൽ തെളിയുന്ന ആശയം
പാഠഭാഗത്തെ ഉചിതമായ ഒരു സന്ദർഭവുമായി ബന്ധിപ്പിച്ച് കുറിപ്പ് തയ്യാറാക്കുക. ചോദ്യം കേൾക്കുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇതാരെ പറ്റിയാണ് പറയുന്നതെന്ന്. ആരെ പറ്റിയാണ് പറയുന്നത്? ദ്രൗണിയെ പറ്റിയാണ്. നമ്മൾ സാധാരണ രീതിയിൽ ചിന്തിച്ചാൽ ദ്രൗണി ചെയ്തത് അത്ര വലിയ തെറ്റൊന്നും ആവില്ല. പക്ഷേ ഉറങ്ങിക്കിടന്നപ്പോൾ ശിബിരത്തിലേക്ക് കടന്നു കയറി ഉറങ്ങിക്കിടന്ന ആൾക്കാരെയാണ് ദ്രൗണി ദ്രോഹിക്കുന്നത്. ഉറക്കത്തിൽ ദൃഷ്ടദ്യുമ്നനെയും ശിഖണ്ഡിയെയും പാണ്ഡവരുടെ 5 പുത്രന്മാരെയും ശേഷിച്ചവരെയും എല്ലാം ദ്രൗണി വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തി. ശിബിരങ്ങൾക്ക് തീയുമിട്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അടിഞ്ഞുകൂടിയ ആ പക ഇന്നും നമ്മൾ അവസാനം പറയുന്നത് പോലെ ചിരഞ്ജീവിയായി അദ്ദേഹം ഇന്നും വിരാജിക്കുന്നു. ശരീരമാകെ വ്രണം വന്ന് ചലവും ചോരയും നാറി അങ്ങനെ അലഞ്ഞു തിരിയുന്നു. അങ്ങനെ അലഞ്ഞു തിരിയുന്നത് ആ പക തന്നെയാണ്. അതാണ് വിഷത്തേക്കാളും മനുഷ്യൻ്റെ മനസ്സ് വിഷത്തിനടിമപ്പെട്ടാൽ വിഷത്തേക്കാളും വലുതാണെന്ന് പറയാനുണ്ടായ സന്ദർഭം. ബന്ധുക്കളുടെ മധ്യത്തിൽ പ്രതാപത്തോടും ശ്രീയോടും കൂടി ഞെളിഞ്ഞിരിക്കുന്ന ദുര്യോധനൻ കാണിച്ച അഹങ്കാരത്തിലും സ്വപ്രത്യയ സ്ഥൈര്യത്തിലും എതിരാളികളോടുള്ള അവജ്ഞയിലും മറ്റും ആദരണീയമായ ഒരംശമുണ്ടെന്ന് ആർക്കാരും തോന്നിയിരിക്കുമോ? അടിവരയിട്ട പദത്തെ സ്വപ്രത്യയ സ്ഥൈര്യം അടിവരയിട്ടിട്ടുണ്ട്. അതേ അർത്ഥത്തിൽ പ്രയോഗിച്ച് മറ്റൊരു വാക്യം നിർമ്മിക്കുക. അതിന് അടിവരയിട്ട പദം നിങ്ങൾക്ക് ആരുടെയും സ്വപ്രത്യയ സ്ഥൈര്യം എന്ന് പറയാം. ഇപ്പം കർണൻ്റെ സ്വപ്രത്യയ സ്ഥൈര്യം മഹാഭാരത കഥയിലെ കേൾവി കേട്ട ഒരു ഉദാഹരണമാണ് എന്നിതിനകത്ത് തന്നെ വാക്യം കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഉദാഹരണം വേറെയും കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് പരിചിതമാണ് ക്രിക്കറ്റ്. പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടി പറയുകയാണ്. ക്രിക്കറ്റിൽ വിരാട് കോഹ്ലിയുടെ സ്വപ്രത്യയ സ്ഥൈര്യം എടുത്തു പറയേണ്ടതൊന്നാണ്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആരുടെയെങ്കിലും സ്വപ്രത്യയ സ്ഥൈര്യം നിങ്ങൾക്ക് പറയാം. ഷമിയുടെയോ രോഹിത് ശർമ്മയുടെയോ ആരുടെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറയാം. അതുപോലെ അവരെ ആരെയും വേണ്ട, വേറെ എന്തെങ്കിലും വേണമെങ്കിൽ അതും നിങ്ങൾക്ക് പറയാം. ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇപ്പം ദ്രൗപദിയുടെ സ്വപ്രത്യയ സ്ഥൈര്യം പ്രശംസനീയമാണ് എന്ന് പറയാം. അപ്പം അങ്ങനെയൊക്കെയുള്ള അതായത് സ്ഥിരമായ സ്വഭാവ സവിശേഷതയോടുകൂടിയിരിക്കുന്നതിനെയാണ് സ്വപ്രത്യയ സ്ഥൈര്യം. ഇതുപോലെ വാക്യത്തിൽ പ്രയോഗിക്കാം. പ്രീണിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുനയിപ്പിച്ച് നമ്മുടെ ഭാഗത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി പരമാവധി തന്ത്രങ്ങൾ പ്രയോഗിക്കുക. മതേതരത്വ രാജ്യമായ ഭാരതത്തിൽ ചില പ്രത്യേക മതങ്ങളെ പ്രീണിപ്പിക്കാറുണ്ട്. പീഡിപ്പിക്കുക എന്നുള്ളതിൻ്റെ എതിർഭാഗമാണ് പ്രീണിപ്പിക്കുക. അപ്പോൾ അത് വേണ്ട. അമ്മ എന്നെ പ്രീണിപ്പിക്കാൻ ചില വാഗ്ദാനങ്ങൾ നൽകാറുണ്ട്. വളരെ എളുപ്പം നിങ്ങൾക്ക് ഓർക്കാവുന്ന ഒന്നാണ്. അമ്മ എന്നെ പ്രീണിപ്പിക്കാൻ ചില വാഗ്ദാനങ്ങൾ നൽകാറുണ്ട്. ആഘാത പ്രത്യാഘാതങ്ങൾ. ആഘാതം എന്ന് പറഞ്ഞാൽ വീഴ്ച. ആ വീഴ്ചയുടെ അനന്തരഫലമാണ് പ്രത്യാഘാതം. യുദ്ധത്തിൻ്റെ ആഘാത പ്രത്യാഘാതങ്ങൾ അവർണ്ണനീയമാണ്. ബലി കഴിക്കുക. രാഷ്ട്രീയക്കാർ സ്വന്തം നേട്ടത്തിനു വേണ്ടി പലരെയും ബലി കഴിക്കാറുണ്ട്. നിങ്ങൾ കേട്ടിട്ടില്ല? അഭിമന്യു രാഷ്ട്രീയത്തിലും ബലി കഴിക്കപ്പെട്ട ഒരാളാണ് അഭിമന്യു. അങ്ങനെ
പലരെയും അവരെ രക്തസാക്ഷികളായിട്ടൊക്കെ നമ്മൾ വാഴ്ത്താറുണ്ട്. ഇതൊക്കെ വാക്യത്തിൽ പ്രയോഗിക്കാം. അതുപോലെ അവനെ എപ്പോഴും എവിടെയും കരുതിയിരുന്നു കൊള്ളുക എന്ന താക്കീതാണ് അശ്വത്ഥാമാവിനെ ചിരഞ്ജീവിയും സർവവ്യാപിയുമായി കൽപ്പിച്ചതിനർത്ഥം. കുട്ടിക്കൃഷ്ണമാരാരുടെ ഈ കൽപ്പനയോടുള്ള അല്ലെങ്കിൽ ഈ പ്രസ്താവനയോടുള്ള നിങ്ങളുടെ പ്രതികരണം എഴുതുക. ഞാൻ പറഞ്ഞല്ലോ, കാലാകാലങ്ങളായിട്ട് ചിരഞ്ജീവിയായി മനുഷ്യകുലത്തിന് സർവനാശം വിതച്ച് അവൻ്റെ മനസ്സിൽ കുടിയിരിക്കുന്ന പകയാണ് അശ്വത്ഥാമാവ്. അശ്വത്ഥാമാവിന് മരണമില്ല. മനുഷ്യനുള്ളിടത്തോളം കാലം അതിന് അവസാനമില്ല. ശപിക്കപ്പെട്ടവൻ എന്ന വാക്ക് മുഴുവൻ അർത്ഥത്തിൽ ആരെ പറ്റിയെങ്കിലും പറയാമെങ്കിൽ അത് ഈ അശ്വത്ഥാമാവിനെ പറ്റിയാണ്. 1000 ആണ്ടുകളായി സർവ്വവ്യാധികളും പിടിപെട്ട് ചോരയും ചലവും നാറി ഭൂമിയിലെ വിജനപ്രദേശങ്ങളിലും കൊടുങ്കാടുകളിലും തെണ്ടിയലയുന്ന വേദവ്യാസനോടൊപ്പം എന്നും ജീവിച്ചിരിക്കുന്ന മനുഷ്യരിലും കുടികൊള്ളുന്ന ആ ദ്രോണപുത്രൻ മറ്റൊന്നുമല്ല, നമ്മുടെ മനസ്സിലെ പകയാണ്. സ്നേഹം കൊണ്ട് തോളിൽ കൈയിട്ട് നടക്കുന്നവരെ പോലും ഒരു കാരണവുമില്ലാതെ ഇല്ലാതാക്കുന്ന ദേഷ്യവും മത്സരവും ഒക്കെയാണ് ഈ പക. ഈ പകയാണ് മഹായുദ്ധങ്ങളായി മാറുന്നത്, ലോകത്തിന് സർവനാശമുണ്ടാക്കുന്നത്. എതിരാളിയുടെ വേരോടെ പിഴുതു കളഞ്ഞാൽ മാത്രമേ ആ പക അവസാനിക്കുകയുള്ളൂ. ഇപ്പോൾ ഈ ചെകുത്താൻ ആരാണ്? പക തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അശ്വത്ഥാമാവിനെ ചിരഞ്ജീവിയും സർവവ്യാപിയായിട്ടും കാണുന്നത്. ഇപ്പം ലക്ഷ്മി ദേവിയെ പറയുമ്പോൾ ലക്ഷ്മി ദേവിക്കൊരു ചേച്ചി ജ്യേഷ്ഠത്തിയുണ്ട്, ചേട്ട, ഇത് മൂദേവിയാണെന്ന് പറയും. അപ്പം ലക്ഷ്മി ദേവിയോടൊപ്പം മൂദേവിയും ഉള്ളതുപോലെ സാക്ഷാൽ വേദവ്യാസനോടൊപ്പം ചിരഞ്ജീവിയായി അശ്വത്ഥാമാവുമുണ്ട്. അതിനെ നമ്മളെപ്പോഴും കരുതിയിരിക്കണം. ഇനി ഞാൻ നേരത്തെ കള്ളത്തരം പറഞ്ഞു. അതുപോലെ ദ്രോണർ എന്ന വാക്കിൽ നിന്ന് ദ്രൗണി എന്ന വാക്കുണ്ടായി. ഭീമൻ എന്ന് പറയുന്നത് നമ്മളെ നളചരിതത്തിൽ ദമയന്തിയുടെ അച്ഛനായ ഭീമൻ ആണെങ്കിൽ ആ ഭീമനിൽ നിന്നുണ്ടായ മറ്റൊരു വാക്കാണ് ഭൈമി. ദശരഥൻ എന്നതിൽ നിന്ന് ദാശരഥി, സുമിത്രയിൽ നിന്ന് സൗമിത്രി. അപ്പം നാമത്തിൽ നിന്നുണ്ടാകുന്ന മറ്റു നാമങ്ങളാണ് ഇതെല്ലാം. അപ്പം നാമത്തിൽ നിന്നോ വിശേഷണത്തിൽ നിന്നോ നാമങ്ങളുണ്ടാകാറുണ്ട്. ഇതിന് പൊതുവേ പറയുന്ന ഒരു പേരാണ് തഥിതം. ഞങ്ങൾക്ക് വിശദമായിട്ടൊന്നും പഠിക്കണ്ട, എങ്കിലും ഒന്ന് കേട്ടോ. തഥിതം, നാമത്തിൽ നിന്നോ വിശേഷണത്തിൽ നിന്നോ ഉണ്ടാകുന്ന നാമമാണ് തഥിതം. നാമത്തിൽ നിന്നുണ്ടാകുന്ന നാമത്തിന് നാമനിർമ്മായി തഥിതം എന്ന് പറയും. അങ്ങനെയുള്ള ഒരു നാമനിർമ്മായി തഥിതമാണ് ഭൈമിയും ദാശരഥിയും വാസുദേവനും ദ്രൗണിയും സൗമിത്രിയും ഒക്കെ. ഇനി ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നിൽ നിന്ന് ഒരു ഗുണത്തെ മാത്രം എടുത്ത് കാണിക്കുന്നു. അതിന് പറയുന്ന, നിങ്ങൾ രസതന്ത്രത്തിൽ പഠിക്കുന്നുണ്ട്, ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നിൻ്റെ ഒരു ഗുണത്തെ മാത്രം ഉള്ളത് തന്മാത്രയാണെന്ന് പറയും. അതുപോലെ ഒരു ഗുണത്തെ മാത്രം എടുത്ത് കാണിക്കുന്നതിന് തന്മാത്രാ തഥിതം എന്ന് പറയും. ഇപ്പോൾ ഒരാൾ നല്ല വെളുത്തതാണ്, സുന്ദരനാണ്, അയാൾക്ക് നല്ല നീണ്ട കണ്ണുകളുണ്ട്, അങ്ങനെ ഒരുപാട് നല്ല സൽസ്വഭാവിയാണ്. പക്ഷേ ഇതൊന്നും കാണിക്കാതെ അയാളുടെ വെളുപ്പിനെ മാത്രമെടുത്ത് കാണിക്കുന്നു. വെണ്മയുള്ളവൻ, വെണ്മ എന്ന് പറയുന്നത് അത് ഒറ്റ ഗുണത്തെ മാത്രം കാണിക്കുകയാണെങ്കിൽ അത്
തന്മാത്രാ തഥിതമാണ്. അപ്പം അയാൾ കേമനാണ്. അപ്പം കേമൻ വെളുപ്പ് എന്നുള്ളതിൽ നിന്ന് വെണ്മയുണ്ടായി. കേമൻ ആണെങ്കിൽ അയാളുടെ ഗുണം എന്താണ്? കേമത്വമാണ്. അപ്പം അയാൾ കള്ളം പറയുന്നവനാണെങ്കിൽ അയാൾ കാണിക്കുന്ന ദോഷം എന്താണ്? കള്ളത്തരമാണ്. അപ്പം അനേകം ഗുണങ്ങളുള്ള ഒന്നിൻ്റെ ഒരെണ്ണം മാത്രം എടുത്തു കാണിക്കുന്ന, അല്ലെങ്കിൽ ഒരു ഗുണത്തിൽ നിന്നുണ്ടാകുന്ന മറ്റൊരു നാമപദം സമർത്ഥനാണ്. അപ്പം അതിൻ്റെ നാമപദം എന്താണ്? സാമർഥ്യം. വിഡ്ഢിയാണ്, വിഡ്ഢിത്തം, അല്ലേ? അതുപോലെയുള്ള പദങ്ങൾ. ഇനി ഇന്ന നാട്ടിൽ താമസിക്കുന്നവൻ. ഇപ്പം തെക്കാണ് നമ്മുടെ നാടെങ്കിൽ, ഇപ്പം തെക്ക് താമസിക്കുന്നവൻ തെക്കനാണ്, അല്ലേ? കടത്തനാട്ട് താമസിക്കുന്നവൻ കടത്തനാടനാണ്. ഇങ്ങനെ നമ്മൾ നാടിൻ്റെ പേര് പറഞ്ഞ്, അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന ദിക്കിൻ്റെ പേര് പറഞ്ഞ് തെക്കനാണ്, വടക്കനാണ്, കടത്തനാടനാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേര് തദ്വത്തഥിതം എന്നാണ്. ഇനിയും നമ്മൾ സംഖ്യകളില്ലേ, 1, 2, 3, നിങ്ങളിപ്പം ക്ലാസ്സിൽ ഫസ്റ്റായിട്ടുള്ള ഒരാളിനെ മലയാളത്തിൽ എങ്ങനെയാണ് പറയുന്നത്? ഒന്നാമനാണ് എന്ന് പറയും. 1-ൽ നിന്നല്ലേ ഒന്നാമനുണ്ടായത്? 2-ൽ നിന്നൊന്നാമൻ, രണ്ടാമൻ, മൂന്നാമൻ, നാലാമൻ, ഇങ്ങനെ പറയാം. അങ്ങനെ പറയുന്നതിന് പൂരണി തഥിതം എന്ന് പറയും. എന്തായാലും ഓരോ പദവും ഉണ്ടാകുന്നതിന് ചില പ്രത്യേകതകളുണ്ട്. നിങ്ങൾക്ക് സമാനമായ പദങ്ങൾ ചൂണ്ടിക്കാണിക്കുക എന്നായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുക. തഥിതമൊന്നും ചോദിക്കില്ല. അപ്പം നിങ്ങൾ ആ രീതിയിൽ ഉത്തരം എഴുതണം. ഇനി കൂടിച്ചേർന്നിരിക്കുന്ന ഒരുപാട് പദങ്ങൾ നമ്മളിവിടെ കണ്ടു. കൃപ, കൃതവർമ്മ, അശ്വത്ഥാമാക്കൾ, ഗജാശ്വരഥങ്ങൾ, ഇല്ലേ? ഭീഷ്മ, കർണ, ഗാന്ധാര, സിന്ധുരാജാദി, ഇങ്ങനെ ഒരുപാട് വാക്കുകൾ നിങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ കൂടിച്ചേർന്നിരുന്ന വാക്കുകളെ വേറെ വേറെ ആക്കും. ആ കൂടിച്ചേർന്നിരിക്കുന്ന വാക്കുകൾക്ക് പറയുന്ന സമസ്ത പദമെന്ന, അതിനെ വിഗ്രഹിച്ച് ഘടകപദങ്ങളാക്കി മാറ്റും. ഇപ്പം നിങ്ങൾ, അതും ഞാൻ സയൻസിനെ കൂട്ടിപ്പിടിക്കാൻ രസതന്ത്രം പഠിക്കുമ്പോൾ വെള്ളം ഉണ്ടാകുന്നത് എന്ത് ചേർന്ന? H2O നിങ്ങൾ പഠിക്കുന്നുണ്ടല്ലേ? ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് വെള്ളം ഉണ്ടാകുന്നു. വെള്ളത്തെ വിഘടിച്ചാൽ ഹൈഡ്രജനെയും ഓക്സിജനെയും വേറെ കിട്ടും. അതുപോലെ ഈ ഭീഷ്മ, കർണ, ഗാന്ധാര, സിന്ധുരാജാദി, അതിനെ വിഭജിക്കുമ്പോൾ എന്ത് കിട്ടും? ഭീഷ്മര്, കർണര്, ഗാന്ധാര, സിന്ധുരാജാക്കന്മാർ, അല്ലേ? ഇങ്ങനെ വിഭജിക്കാം. കൃപ, കൃതവർമ്മ, അശ്വത്ഥാമാക്കൾ, കൃപരും കൃതവർമാവും അശ്വത്ഥാമാവും. ആഘാത, പ്രത്യാഘാതങ്ങൾ, ആഘാതവും പ്രത്യാഘാതവും. ഗജാശ്വരഥങ്ങൾ, ഗജവും ഗജങ്ങളും അശ്വങ്ങളും രഥങ്ങളും. ഭാഗീരഥി കഞ്ചം, ഭാഗീരഥിയുടെ കച്ചം, കച്ചം എന്ന് പറഞ്ഞാൽ തീരം. യഥേഷ്ടം, ഇഷ്ടം പോലെ. മുകിൽ വർണ്ണൻ, മുകിലിൻ്റെ വർണ്ണത്തോടു കൂടിയവൻ. ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. ഇനിയും അശ്വത്ഥാമാവിൻ്റെ കഥാപാത്ര നിരൂപണം ചോദിക്കാം. എഴുതാവല്ലോ നിങ്ങൾക്ക്. അശ്വത്ഥാമാവിൻ്റെ, നമ്മൾ മുമ്പേ ദുര്യോധനൻ്റെ കഥാപാത്ര നിരൂപണം നടത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിൻ്റെ സ്വഭാവം നമ്മൾ അക്കവിട്ട് കാണിച്ചില്ലേ? എന്തൊക്കെയായിരുന്നു? സ്വപ്രത്യയ സ്ഥൈര്യം, പ്രതാപം, ആഭിജാത്യം. അശ്വത്ഥാമാവിൻ്റെ കാര്യങ്ങൾ കാണിക്കുമ്പോൾ നമുക്ക് അങ്ങനെ അക്കവിട്ട് കാണിക്കാനൊന്നുമില്ല. അദ്ദേഹം പൂർണ്ണമായിട്ടും പകയുടെ പ്രതിരൂപമാണ്. അപ്പോൾ അതിനുള്ള ഉദാഹരണങ്ങളാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടത്. തുടക്കം കഥാപാത്ര നിരൂപണം തയ്യാറാക്കുമ്പോൾ
നമ്മൾ ആ കഥാപാത്രത്തെ ഒന്ന് പരിചയപ്പെടുത്തുന്നു. മഹാഭാരത കഥയിൽ പാണ്ഡവരുടെയും കൗരവരുടെയും ഗുരുവായ ദ്രോണരുടെ ഓമനപുത്രനാണ് ദ്രൗണി എന്ന അശ്വത്ഥാമാവ്. ദുര്യോധനൻ്റെ ആത്മമിത്രമാണ് ഇദ്ദേഹം. ജീവിതത്തിൽ പലതരത്തിലുള്ള അവഹേളനങ്ങളും അനുഭവിക്കേണ്ടി വന്ന കഥാപാത്രമാണ്. മഹാഭാരത യുദ്ധത്തിലുടനീളം ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമുക്ക് കാണാം. അടുത്ത പാരഗ്രാഫ്. മഹാഭാരത യുദ്ധത്തിൽ ദ്രൗണിയുടെ പിതാവായ ദ്രോണരെ ദ്രൗണി മരിച്ചു എന്ന് കള്ളം പറഞ്ഞ് ആത്മവീര്യം കെടുത്തി നിരായുധനാക്കി. ഈ അവസരത്തിലാണ് ദൃഷ്ടദ്യുമ്നൻ ഇദ്ദേഹത്തിൻ്റെ തല വെട്ടിമാറ്റുന്നത്. അതുകൊണ്ട് തന്നെ തൻ്റെ പിതൃഘാതകനായ ദൃഷ്ടദ്യുമ്നനോട് ഇദ്ദേഹത്തിന് അടങ്ങാത്ത പകയുണ്ടായി. മഹാഭാരത യുദ്ധത്തിൽ അവസാനമാണ് ദുര്യോധനൻ വീഴുന്നത്. ദുര്യോധനൻ തൻ്റെ ആത്മമിത്രമായതുകൊണ്ട് അദ്ദേഹത്തെ ചതിയിൽ വീഴ്ത്തിയ പാണ്ഡവരുടെ കുലത്തെ ഒന്നൊഴിയാതെ നശിപ്പിക്കണമെന്ന് അശ്വത്ഥാമാവ് പ്രതിജ്ഞയെടുത്തു. കൗരവരുടെ അവസാനത്തെ സേനാനായകനായി അവരോഹണം ചെയ്യപ്പെട്ടു അശ്വത്ഥാമാവ്. സേനാനായകനായതിനു ശേഷം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ, അടുത്തത് 3-ാമത്തെ പാരഗ്രാഫാണ്, കുടികൊണ്ടിരുന്ന പക ഫണമുയർത്തി. ഏറെ നിശബ്ദമായ പാണ്ഡവ ശിബിരം. പാണ്ഡവരും ശ്രീകൃഷ്ണനും സാത്വികിയും ഒഴികെ ബാക്കി എല്ലാവരും യുദ്ധത്തിൽ ക്ഷീണിതരായി ആഘോഷമെല്ലാം കഴിഞ്ഞ് ശാന്തരായി നിശബ്ദരായി ഉറങ്ങുന്നു. ആ ശിബിരത്തിലേക്ക് അശ്വത്ഥാമാവ് കടന്നു ചെന്നു. തൻ്റെ പിതാവിനെ കൊന്ന ദൃഷ്ടദ്യുമ്നനെ മർമ്മങ്ങളിൽ അമർത്തി കൊലപ്പെടുത്തുന്നു. തുടർന്ന് യുദ്ധത്തിൽ ഭീഷ്മരെ ചതിച്ചു വീഴ്ത്തിയ ശിഖണ്ഡിയെ തുണ്ടതുണ്ടമാക്കുന്നു. പാണ്ഡവരുടെ 5 പുത്രരെയും ശേഷിച്ച പാണ്ഡവപക്ഷത്തുള്ള എല്ലാവരെയും വെട്ടിയും കൊന്നും കൊലപ്പെടുത്തുന്നു. ശിബിരങ്ങൾക്ക് തീയുമിട്ടു. എന്നിട്ടും പക കെട്ടടങ്ങാതെ അദ്ദേഹം ഭാഗീരഥിയുടെ തീരത്ത് വ്യാസൻ്റെ സമീപം എത്തിച്ചേരുന്നു. ഇദ്ദേഹത്തെ വധിക്കാനായി പാഞ്ഞു ചെല്ലുന്ന ദൃശ്യമാണ് അടുത്തത്. പാണ്ഡവർ പാഞ്ഞു ചെല്ലുന്ന ദൃശ്യമാണ് അടുത്തത്. അതടുത്ത പാരഗ്രാഫ്. തൻ്റെ നേരെ ചെന്ന കൃഷ്ണാർജുനന്മാർക്ക് നേരെയും ഭീമന് നേരെയും സർവവിനാശകാരിയായ ബ്രഹ്മാസ്ത്രം തൊടുക്കാൻ ഇദ്ദേഹത്തിന് ഒട്ടും ആലോചിക്കേണ്ടി വന്നില്ല. 12 വർഷം ഭൂമിയിൽ മഴയില്ലാതാകുന്ന, ഒരു പുൽക്കുടി പോലും കിളിർക്കാതാകുന്ന അതിഭയങ്കരമായ വിപത്ത് വരുത്തിവെക്കുന്ന അസ്ത്രമാണ് ബ്രഹ്മാസ്ത്രം. ആര് പറഞ്ഞിട്ടും അതിൽ നിന്ന് പിന്മാറാതെ ബ്രഹ്മാസ്ത്രം തൊടുക്കുക തന്നെ ചെയ്തു. അപാണ്ഡവായ എന്ന് മന്ത്രിക്കാനും മറന്നില്ല. എതിർത്ത അർജുനൻ പ്രയോഗിച്ച ബ്രഹ്മാസ്ത്രം നാരദരുടെയും മറ്റും അപേക്ഷ കാരണം അദ്ദേഹം പിൻവലിക്കുന്നെങ്കിലും അശ്വത്ഥാമാവ് പിൻവലിക്കാൻ തയ്യാറാകുന്നില്ലെന്ന് മാത്രമല്ല, പാണ്ഡവരുടെ സന്തതിയിലേക്ക് അത് തൊടുത്തുവിടുകയും ചെയ്തു. അവസാനം അശ്വത്ഥാമാവിനെ അർജുനൻ കീഴ്പ്പെടുത്തുന്നുണ്ടെങ്കിലും അയാൾ തൻ്റെ ചൂടാമണി അർജുനന് നൽകിയിട്ട് കാട് കയറുകയാണുണ്ടായത്. കാട് കയറിയ അയാൾ വ്യാസനോടൊപ്പം ചിരഞ്ജീവിയായി വാണു. അടുത്ത പാരഗ്രാഫ്. സർവ
ശപിക്കപ്പെട്ടവനെന്ന വാക്ക് ആരെപ്പറ്റിയെങ്കിലും പറയാമെങ്കിൽ അത് ഇയാളെപ്പറ്റി തന്നെയാണ്. 1000 ആണ്ടുകളായി സർവ്വവ്യാധികളും പിടിപെട്ട് ചോരയും ചലവും നാറി ഭൂമിയിലെ വിജനപ്രദേശങ്ങളിലും കൊടുങ്കാടുകളിലും തെണ്ടി അലയുന്ന വ്യാസനോടൊപ്പം സർവമനുഷ്യരിലും കുടികൊള്ളുന്ന ആ മഹാവ്യാധി തന്നെയാണ് അശ്വത്ഥാമാവ്. മനുഷ്യനിൽ കുടികൊള്ളുന്ന പക തന്നെയാണ് അശ്വത്ഥാമാവ്. ഇന്ന് നടക്കുന്ന എല്ലാ യുദ്ധങ്ങളുടെയും കാരണമാകുന്ന പകയാണ് അശ്വത്ഥാമാവ്. ചിരഞ്ജീവിയാണെന്ന് പറയുന്നതിൻ്റെ അർത്ഥവും മറ്റൊന്നല്ല. ഇനി ഇതിനകത്തു നിന്ന് ചോദിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടിയുണ്ട്. മനുഷ്യ ചരിത്രത്തിൽ യുദ്ധം വരുത്തി വയ്ക്കുന്ന ഭയങ്കര യുദ്ധത്തെ എടുത്തു കാണിക്കാൻ വേണ്ടിയാണ് ഭാരത ഇതിഹാസം രചിക്കപ്പെട്ടതെന്ന് തീർത്തു പറയാൻ സംശയിക്കേണ്ടതില്ല. പാഠഭാഗം ഉൾക്കൊണ്ട് യുദ്ധങ്ങളെല്ലാം സർവനാശത്തിലേക്ക് നയിക്കുന്നു എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക. പ്രഭാഷണമാണ് തയ്യാറാക്കാൻ ചോദിക്കുന്നത്. പ്രഭാഷണത്തിൽ ഉപന്യാസത്തിൽ നിന്ന് വ്യത്യസ്തമായ ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രഭാഷണം തയ്യാറാക്കുമ്പോൾ അതിനൊരു സംബോധന വേണം. അതായത് നമ്മളൊരു സദസ്സിന് നേരെയാണ് പ്രഭാഷണം നടത്തേണ്ടത്. അപ്പോൾ നിങ്ങൾ ഒരു സ്കൂൾ അസംബ്ലിയിലാണ് പ്രഭാഷണം നടത്തുന്നതെങ്കിൽ ബഹുമാന്യനായ പ്രഥമാധ്യാപകൻ, ആദരണീയരായ ഗുരുജനങ്ങളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ എന്ന് പറയണം. അതല്ല നിങ്ങളൊരു വലിയ സദസ്സാണ്, ആ സദസ്സിനെ പറ്റി നിങ്ങൾക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ലെങ്കിൽ ഒറ്റ വാക്യത്തിൽ നമുക്ക് ആ സദസ്സിനെ മാന്യ സദസ്സിന് നമസ്കാരമെന്ന് പറയാം, അല്ലെങ്കിൽ പ്രിയ സഭാവാസികളെ എന്ന് വിളിക്കാം. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മറ്റ് പ്രധാനപ്പെട്ട വ്യക്തികളെ, ഇവിടെ കൂടിയിരിക്കുന്ന മാന്യമഹാജനങ്ങളെ എന്ന് സംബോധന ചെയ്യാം. എന്നിട്ട് നമ്മളുടെ വിഷയത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. ഇന്ന് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് യുദ്ധം വരുത്തി വച്ചിരിക്കുന്ന ഭീകരതയെക്കുറിച്ചാണ്. യുദ്ധം എക്കാലവും ഭയങ്കരമായ ദുരന്തങ്ങളാണ് സമ്മാനിക്കുന്നത്. നമ്മുടെ ഇതിഹാസകാരനായ വേദവ്യാസൻ മഹാഭാരതത്തിലൂടെ അതിൻ്റെ ഉത്തമ നിദർശനമാണ് കാട്ടിത്തരുന്നത്. പാണ്ഡവരും കൗരവരും തമ്മിലുള്ള മഹാഭാരത യുദ്ധം ഏവർക്കും അറിയാമല്ലോ. മഹാഭാരത യുദ്ധത്തിൽ പാണ്ഡവർ ജയിച്ചു എന്ന് പറയുന്നെങ്കിലും അശ്വത്ഥാമാവിൻ്റെ ചെയ്തികൾ കാരണം യുധിഷ്ഠിരന് ഭരിക്കാൻ ലഭിക്കുന്നത് അനാഥമായ ഒരു രാജ്യമാണ്. ഇതേ അവസ്ഥ തന്നെയാണ് ലോകത്തുള്ള എല്ലാ യുദ്ധങ്ങളും നമുക്ക് സമ്മാനിക്കുന്നത്. യുദ്ധത്തിൻ്റെ അനന്തരഫലം ഒരിക്കലും നല്ലതാകില്ല. യുദ്ധം നടന്ന സ്ഥലം മരുഭൂമിയായിത്തീരുന്നു. യുദ്ധത്തിൻ്റെ കെടുതി അനുഭവിക്കുന്ന ജനങ്ങൾ അംഗവൈകല്യമുള്ളവരാകുന്നു, നിരാശ്രയരാകുന്നു, ആലംബഹീനരാകുന്നു, അഭയാർത്ഥികളാകുന്നു. അഭയാർത്ഥികളുടെ വൻ പലായനം യുദ്ധത്തിൻ്റെ അനന്തരഫലമാണ്. യുദ്ധത്തിന് ശേഷം എല്ലാം നഷ്ടപ്പെട്ട് ജീവനും കൊണ്ട് പലായനം ചെയ്യേണ്ടി വരുന്നവരാണ് യുദ്ധത്തിൻ്റെ അനന്തരഫലം അനുഭവിക്കുന്നവർ. മക്കൾക്ക് അവരുടെ പിതാക്കന്മാരെ നഷ്ടപ്പെടുന്നു. അച്ഛനമ്മമാർക്ക് പുത്രനാശമുണ്ടാകുന്നു. ഭാര്യമാർക്ക് ഭർത്താവ് നഷ്ടപ്പെടുന്നു. ഇങ്ങനെ നഷ്ടങ്ങളല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല. എന്നു മാത്രമല്ല, അണുപ്രസരം കൊണ്ട് ഭാവി തലമുറയ്ക്ക് പോലും അതിഭയങ്കരമായ ദുരിതങ്ങളാണ് അനുഭവിക്കേണ്ടി വരുന്നത്. ജനിക്കുന്നവർ പോലും അംഗവൈകല്യമുള്ളവരായി ജനിക്കുന്നു. ഉത്തരയുടെ കുട്ടി
പലതരത്തിലുള്ള അംഗവൈകല്യമുള്ളവരായി ജീവിക്കേണ്ടി വരിക, ഇങ്ങനെ നിരവധി ദോഷങ്ങളാണ് യുദ്ധം നമുക്ക് സമ്മാനിക്കുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും യുദ്ധങ്ങളില്ലാതെ സമാധാനമുള്ള ഒരു ലോകം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ശാന്തി 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 ശാന്തിരേവ ശാന്തി എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രഭാഷണത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ഏവർക്കും നന്മ വരട്ടെ, ലോകം ജയിക്കട്ടെ, ലോകത്ത് നന്മയല്ലാതെ ഒന്നും സംഭവിക്കാനിടവരാതിരിക്കട്ടെ. നമ്മൾ